പ്രിയപ്പെട്ട അമേരിക്കൻ മലയാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക ഒരുക്കുന്ന കേരള സോഷ്യൽ ഡയലോഗ് സീരീസിലെ ആദ്യ സെഷനിലേക്ക് സ്വാഗതം. എ സ്നീക്ക് പീക്ക് ഇൻ ടു ദ അൺടോൾഡ് നെറേറ്റീവ്സ് ഓഫ് കേരള ഹിസ്റ്ററി. കേരള ചരിത്രത്തിലെ കാണാപ്പുറങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. ഇതാണ് ഇന്നത്തെ വിഷയം. അടുത്ത കാലത്തെ ഓർമ്മകൾ മാത്രം മനസ്സിൽ നിലനിൽക്കുകയും പഴയകാല സംഭവങ്ങൾ വിസ്മൃതിയിലാവുകയും ചെയ്യുന്നത് ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചരിത്രത്തിന്റെ കാര്യത്തിലും സ്ഥിതി മറിച്ചല്ല. പഴയ കാലഘട്ടത്തെ മറന്ന് അടുത്ത കാലത്തെ സംഭവങ്ങളെ മാത്രം ആധാരമാക്കി വർത്തമാനകാലത്തിന്റെ ശരിതെറ്റുകളെ നിർവചിക്കുന്ന ഒരു പ്രവണത നിലവിലുണ്ട്. കഴിഞ്ഞ 500 വർഷങ്ങളിൽ കേരളത്തിൽ നടന്ന സാമൂഹിക മാറ്റങ്ങളെ മാത്രം മനസ്സിലാക്കി നാം എത്തിച്ചേരുന്ന അഭിപ്രായങ്ങളും കൈകൊള്ളുന്ന പല നിലപാടുകളും നമ്മുടെ അറിവിന്റെ പരിമിതികളാൽ അപൂർണമായേക്കാം. ഈ തെറ്റായ രീതി തിരുത്തണമെങ്കിൽ ചരിത്രത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കുക തന്നെ വേണം. കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ ഒരു 500 വർഷങ്ങളിൽ എങ്ങനെ ഒരു മനുഷ്യ സമൂഹം രൂപപ്പെട്ടു. 500 അല്ല, നമ്മളൊരു കഴിഞ്ഞ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞ ഒരു പറയുന്ന കാലഘട്ടം അയൺ ഏജ് തൊട്ടുള്ള കാലഘട്ടം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സമൂഹം ഓരോ കാലഘട്ടത്തിലും എങ്ങനെ പരിണമിച്ചു വന്നു, നമ്മുടെ ഭാഷ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മതം, ജാതി, സംസ്കാരം എന്നിവയ്ക്കെല്ലാം എങ്ങനെ രൂപാന്തരം സംഭവിച്ചു, ഇതെല്ലാം വിശദമായി മനസ്സിലാക്കിയാലേ കേരള ചരിത്രത്തിന്റെ ഒരു നേർചിത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇന്ന് നമ്മോടൊപ്പമുള്ള ഡോക്ടർ മാളവിക ബിന്നി സംസാരിക്കുന്നത് ഈ പഴയകാല കേരള ചരിത്രത്തെക്കുറിച്ചാണ്. ഏകദേശം 300 BCE മുതൽ ഒരു 700 CE വരെ ഉള്ള ഒരു 1000-ഓളം വർഷങ്ങൾ, അതാണ് കേരളത്തിലെ അയൺ ഏജ്. സോ അവിടെ നിന്ന് തുടങ്ങി ഒരു അയൺ ഏജിൽ തുടങ്ങി സംഘകാലഘട്ടത്തിലൂടെ പിൽക്കാല സംഘകാലഘട്ടം വരെയുള്ള ഏകദേശം ഒരു 12-ാം 14-ാം നൂറ്റാണ്ട് വരെ മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒരു കേരളത്തെക്കുറിച്ച് ആണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ഓർമ്മകളുടെ മുഖ്യധാരയിൽ അധികമൊന്നും കടന്നു വരാത്ത ഒരു, അതേസമയം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു 1600-ഓളം വർഷങ്ങൾ, ഇതധികം ചർച്ച ചെയ്യപ്പെടാത്തതും അധികം മുഖ്യധാരയിൽ വരാത്തതുമാണ്. അതാണ് ഇന്നിവിടെ നമുക്ക് നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത്. നാട്ടുരാജാക്കന്മാർക്കും പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ്, അങ്ങനെ പലവിധ അധിനിവേശങ്ങൾക്കും മുൻപുള്ള ഒരു കേരളം അത് എങ്ങനെയായിരുന്നു? പല കാലഘട്ടങ്ങളിലായി കടൽ മാർഗങ്ങളിലൂടെ വിവിധ സംസ്കാരങ്ങളുടെ കടന്നുവരവ് കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഒരു സംസ്കാരവുമായി അവ എങ്ങനെ കൂടിച്ചേർന്നു? ആ കൂടിച്ചേരലുകൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി? ഈ വർഷങ്ങളിൽ നമ്മുടെ സമൂഹം എങ്ങനെ പരിണമിച്ചു? വളരെ വൈവിധ്യങ്ങളുടെ കൂടിച്ചേരലുകളിൽ ബഹുസ്വരതയിലൂടെ വളർന്ന് ഇന്നത്തെ കേരളം എങ്ങനെ രൂപപ്പെട്ടു? ഇന്ന് കേൾക്കുന്ന പല അപശബ്ദങ്ങളും ഉണ്ടാകുന്നത് ഈ ബഹുസ്വര സമൂഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നാണ്. ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം ശാസ്ത്രചിന്തകൾ ഉയർത്തണമോ അത്ര തന്നെ പ്രാധാന്യത്തോടെ ഈ വൈവിധ്യങ്ങളുടെ കൂടിച്ചേരലുകളുടെയും ചരിത്രവും ഏവരുടെയും ചിന്താമണ്ഡലങ്ങളിൽ നമ്മൾ ഉണർത്തണം. അജ്ഞതയെ ദൂരീകരിക്കാൻ കഴിഞ്ഞാൽ ഈ പല അപശബ്ദങ്ങളും ഇവിടെ കെട്ടടങ്ങും. ചരിത്രബോധം പൊടിതട്ടി എടുക്കുക, അറിവ് നേടുക, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വിസ്മൃതിയിലേക്ക് അയക്കാതെ ഇന്നിന്റെ ചർച്ചകളിൽ നമ്മൾ സജീവമായി നിലനിർത്തുക, ബഹുസ്വരത ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കുക. ഇത്തരം പ്രഭാഷണ പരമ്പരകളിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യമാണ്. ഡോക്ടർ മാളവിക ചരിത്ര വസ്തുതകളെ മുൻനിർത്തി ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഡോക്ടർ മാളവികയ്ക്ക് ഈ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് ആമുഖത്തിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഹരപ്പൻ നാഗരികതയെക്കുറിച്ച് വിജ്ഞാനപ്രദമായ ഒരുപിടി പ്രഭാഷണങ്ങൾ മാളവിക നടത്തിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത അവർ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലുള്ള SRM യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്. I think I should speak a little more about her academic profile. Malavika Binni is a historian who specializes in the history of science in South India with special reference to gender, caste, and social history. She was an Erasmus Mundus PhD fellow at Leiden University in Netherlands. She also has an MPhil in spatial and landscape archaeology and has done extensive archaeological surveys, archival and textual study in Sanskrit, Manipravalam, and Malayalam. She has 12 academic articles published in reputed academic journals, including Cambridge and Sage publications. She has more than 50 academic presentations made across 25 countries.
Malavika identifies herself as an intersectional feminist and is planning a book on gender to be published in 2022. ചരിത്ര വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ ഡോക്ടർ മാളവികയെ പോലെ മലയാളികൾക്കിടയിൽ അധികം പേരുന്നില്ല. ഇറ്റ് ഈസ് അവർ പ്രിവിലേജ് ടു ഹാവ് യു ഹിയർ, ഡോക്ടർ മാളവിക. അലയുടെ ക്ഷണം സ്വീകരിച്ചു അമേരിക്കൻ മലയാളികളോട് സംവദിക്കാൻ സമയം കണ്ടെത്തിയതിൽ വലിയ സന്തോഷം. ഞാൻ മാളവികയെ ഈ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോൾ ഇതൊരു അക്കാഡമിക് സെഷൻ ആയിട്ടായിരിക്കും. ഇതിൽ പല ടോപ്പിക്സ് മാളവിക കവർ ചെയ്യും. നിങ്ങളുടെ ചോദ്യങ്ങൾ, തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. വളരെ വിജ്ഞാനപ്രദമായ ഒരു സെഷൻ ആയിരിക്കും. ചോദ്യങ്ങളെല്ലാം ഈ സൂമിന്റെ ചാറ്റ് വിൻഡോയിൽ ചോദിക്കുക. നമ്മൾ അത് ടുവേർഡ്സ് ദ എൻഡ് ആയിട്ട് മാളവികയോട് ചോദിക്കാം. ഒരു 45 to 1 hour സെഷനും അതിനുശേഷം ഒരു 15-20 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഓവർ ടു യു, ഡോക്ടർ മാളവിക, പ്ലീസ്. Hello. I hope I'm audible. Yes. First of all, most warm good morning to all of you in the US. നിങ്ങളെ ഒരു ലവ്ലി സാറ്റർഡേ മോർണിംഗ് ചരിത്രത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചതിന് ഐ എം വെരി വെരി ഹാപ്പി. And I think it's a very very critical intervention that all of you are doing at ALA. So let me first of all thank you from the bottom of my heart, all the office bearers of ALA, Shiji Alex, the president of this particular session, MB Rajesh, who talked so eloquently about a lot of things. And let me in particular thank Mr. Lishar TP and Mr. Kiran Chandran. അവർ വളരെ ഡെലിജന്റ് ആയിട്ട് എന്നെ കണ്ടുപിടിക്കാനും ഇതിനെ ഇൻവൈറ്റ് ചെയ്യാനും ഇതിന് എന്തൊക്കെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് സംവദിക്കാനും എല്ലാം എടുത്ത എഫേർട്സിനായിട്ട് താങ്ക് യു സോ മച്ച്. സോ ഞാനൊരു വലിയ ഇൻട്രോയിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയണം എന്ന് ഉദ്ദേശിക്കുന്നു, which is that we need to know that we live in a post-truth era. ഈ post-truth era-യുടെ hello, can you hear me? Yes, you're good. Okay. So ഈ post-truth era-യുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ post-truth era എപ്പോഴും ഫാസിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇറയാണ്. കാരണം post-truth era-യിൽ ചരിത്ര വിസ്മൃതി ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ post-truth era-യെ നമുക്ക് കമ്പാറ്റ് ചെയ്യാൻ ഏറ്റവും വലിയൊരു ടൂള് ചരിത്രബോധമാണ്. കാരണം ചരിത്രബോധത്തിലൂടെ മാത്രമേ ഇവർ സൃഷ്ടിച്ചു വിടുന്ന നാരറ്റീവ്സിനെ കൃത്യമായിട്ട് റിപ്പപ്പാർട്ട് ചെയ്യാനും കൃത്യമായിട്ട് ഇതിനെതിരെ ഒരു കൗണ്ടർ റെറ്ററിക് ഉണ്ടാക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അല എടുത്തിരിക്കുന്ന ഈ ഒരു എഫേർട്ടിനെ ഐ തിങ്ക് ഇറ്റ് ഇസ് കമൻഡബിൾ ആൻഡ് ഇറ്റ് ഇസ് വണ്ടർഫുൾ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രാചീന ചരിത്രമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ, ഏകദേശം ഒരു 50 വർഷത്തോളം ആയിട്ട് റിസർച്ചുകൾ പല ആന്ത്രപ്പോളജിയിൽ നിന്നും ആർക്കിയോളജിയിൽ നിന്നും ഹിസ്റ്ററിയിൽ നിന്നും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും അതെനിക്ക് തോന്നുന്ന ഒരു പോപ്പുലർ ഡൊമെയിനിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. പോപ്പുലർ ഡൊമെയിനിലോട്ട് ഇത് എത്തേണ്ട ഒരു വലിയ ആവശ്യം തന്നെയുണ്ട്. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 500 വർഷത്തെ ചരിത്രമല്ല, 600 വർഷത്തെ ചരിത്രമല്ല, 1000 വർഷത്തെ 1200 വർഷത്തെ കേരളത്തിന്റെ തമിഴകത്തിന്റെ ചരിത്രമാണ്. ഈ ചരിത്രം പറയുന്നതിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇത് ഒരു ബഹുസ്വരതയുടെ ചരിത്രമാണ്. നമ്മൾ ഈ ബഹുസ്വരത എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു കാക്കഫോണിയാണെന്നാണ്. അതായത് പല പല സ്വരങ്ങളുണ്ട്. ഈ സ്വരങ്ങളെല്ലാം തന്നെ തമ്മിൽ കലഹിച്ച് നിൽക്കുന്നതും പലപ്പോഴും ഡിസെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസെന്റ്ഫുൾ ആയിട്ട് ഉരസി നിൽക്കുന്നതും എന്നാണ്. പക്ഷെ ബഹുസ്വരത നമ്മൾ പ്രാചീന കാലത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് കാക്കഫോണി, ഇറ്റ് ഇസ് പോളിസെമി. You have multiple kinds of living systems, multiple kinds of traditions coexisting. And ആ coexistence ചരിത്രമാണ് നമ്മൾ കേരളത്തിന്റെ പ്രാചീന ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ മലയാളി അരിയാഹാരം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ചരിത്രമാണ്. മലയാളിയിലേക്ക് മലയാണ്മ വന്നുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആർക്കിയോളജിയുടെ ഇൻപുട്സ് ഉണ്ട്, എപ്പിഗ്രാഫിയുടെ ഇൻപുട്സ് ഉണ്ട്, അതിൽ സഞ്ചാരികളുടെ ചരിത്രമുണ്ട്, ഡയസ്പോറിക് കമ്മ്യൂണിറ്റീസിന്റെ
ചരിത്രമുണ്ട്, മൈഗ്രേഷന്റെ ചരിത്രമുണ്ട്. സോ ഇന്ത്യയുടെ ട്രൂലി പ്ലൂറൽ പാസ്റ്റ് ദാറ്റ് വി ഹാവ്. ആൻഡ് പ്ലൂറാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം ടോളറൻസ് ആണ്. ടോളറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത് ഇറ്റ്സ് സോർട്ട് ഓഫ് ലൈക്ക് എ റിലീജിയസ് ടോളറൻസ്. ആൻഡ് ആസ് മെനി സ്കോളേഴ്സ് ഹാവ് ആർഗ്യൂഡ്, റിലീജിയസ് ടോളറൻസ് ഇസ് ആക്ച്വലി എ ബാഡ് വേർഡ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, നമ്മൾ ടോളറേറ്റ് ചെയ്യുകയല്ല നമ്മൾ ചരിത്രത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ അക്കോമഡേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം ടോളറേറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ ആളെ നമുക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും നമ്മൾ അയാളെ സഹിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും ഇത് മനസ്സിലാകുന്നത്. പക്ഷെ സഹനമല്ല നമ്മുടെ ചരിത്രം, അക്കോമഡേഷൻ ആണ് ചരിത്രം. നമ്മുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ യു മൂവിങ് ഫ്രം പ്ലൂറാലിറ്റി ടു ദാറ്റ് ഓഫ് ഫ്ലൂയിഡിറ്റി. ഈ ഒരു വാദമാണ് ഞാൻ ഇതിൽ മുമ്പോട്ട് വെക്കാൻ പോകുന്നതും. നമുക്കത് പതുക്കെ നോക്കാം. സോ ടു സ്റ്റാർട്ട് വിത്ത് ദ ലെക്ചർ, എൻ്റെ സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കാമോ? എനിക്ക് സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കാമോ? Could you please try now? Yeah. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചരിത്രം നേരത്തെ ഇവിടെ മിസ്റ്റർ നിഷാർ പറഞ്ഞതുപോലെ ഏകദേശം 1000-1200 വർഷത്തെ ചരിത്രമാണ്. ഈ ചരിത്രത്തിൽ നമ്മൾ മൾട്ടിപ്പിൾ ഷിഫ്റ്റ്സ് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഏറ്റവും, അതായത് കേരളത്തിന്റെ ഫസ്റ്റ് എവിഡൻസ്, കേരളത്തിൽ ഹ്യൂമൻ ഇൻഹാബിറ്റേഷന്റെ എവിഡൻസ് നമുക്ക് ഏകദേശം 20,000 ഇയേഴ്സ് മുമ്പാണ് കിട്ടുന്നത്. ഈ 20,000 ഇയേഴ്സ് മുമ്പേ കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചില അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ 20,000 ഇയേഴ്സ് നമ്മൾ പറയുമ്പോഴും അതിനൊന്നും വളരെ കൃത്യതയോടെയുള്ള ഒരു ഡേറ്റിംഗ് നമുക്ക് പറ്റില്ല. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഫസ്റ്റ് കൈൻഡ് ഓഫ് ഹാബിറ്റേഷൻ എവിടെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എടയ്ക്കൽ ഗുഹയിലായിരിക്കാനാണ് ഇതിന് ചാൻസ്. ഇതൊരു നിയോളത്തിക് സൈറ്റ് ആകാനാണ് ചാൻസ്. ഏകദേശം 7000 തൊട്ട് 5000 വർഷം ബി പി എന്ന് വെച്ചാൽ ബിഫോർ പ്രസന്റ്. ഈ സമയത്തായിരിക്കും ഇവിടെ ആദിമ മനുഷ്യൻ അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻ ബീയിങ്സ് വന്നതെന്നും ഇവിടെ ഇൻഹാബിറ്റ് ചെയ്തെന്നും ഇതൊരു കണ്ടിന്യൂവസ് ഇൻഹാബിറ്റേഷൻ സൈറ്റ് ആയിട്ട് ഏകദേശം അതായത് മധ്യകാലം വരെ കണ്ടിന്യൂസ് ഇവിടെ ഇൻഹാബിറ്റേഷൻ ഉണ്ടായിരുന്നെന്നും നമുക്ക് വാദിക്കാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സമയത്ത് ലാംഗ്വേജ് ഇവോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ സമയത്തുള്ള ലിവിങ് സിസ്റ്റംസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയുള്ള ജോമെട്രിക് പാറ്റേൺസ് ആണ് ഇടയ്ക്കൽ ഗുഹകളിൽ നിന്ന്. പിന്നീട് നമുക്ക് കിട്ടുന്നത് മൈക്രോലിത്തിക് എവിഡൻസ് ആണ്. ഈ മൈക്രോലിത്തിക് എവിഡൻസ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം യുവൽ നോഹ ഹരാരി ഒക്കെ പറയുന്നത് ഓരോ കല്ലും ഓരോ ഐഡിയ ആണ്. കാരണം ഒരു കല്ല് എങ്ങനെ എടുക്കാം, അതെങ്ങനെ ഫാഷൻ ചെയ്യണം, അതിന് എന്തൊക്കെ യൂസ് ഉണ്ട്, എന്തൊക്കെ രീതിയിൽ അതിനെ യൂസ് ചെയ്യാം, ഇതെല്ലാം മനുഷ്യന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോലിത്സ് നമുക്ക് പല സ്ഥലത്തിൽ നിന്ന്, കേരളത്തിന്റെ പല ഭാഗത്തിൽ നിന്നും തമിഴ്നാടിന്റെ പല ഭാഗത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പാലിയോളത്തിക് ടൈമിൽ നിന്ന് നിയോളത്തിക് ടൈമിലേക്കും പിന്നീട് മെസോളത്തിക് ടൈമിലേക്കും ഉള്ള ഒരു ട്രാൻസിഷൻ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് എവിഡൻസ് ഉണ്ട്. പക്ഷെ ഇതിനേക്കാളും എല്ലാം ഉപരി നമുക്ക് ഏറ്റവും അധികമായി കിട്ടുന്നതും ഏറ്റവും അധികമായിട്ട് കേരളത്തിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടന്നിട്ടുള്ളതുമായിട്ടുള്ളത് മഹാശിലാസ്മാരകങ്ങൾ, മെഗാലിത്തിക് ഏജ് which coincides with Iron Age in Kerala or Iron Age in South India ആണ്. ഇതിന്റെ എവിഡൻസ് ആണ് നമുക്ക് ഏറ്റവും അധികമായിട്ട് കിട്ടിയിട്ടുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ആൾക്കാർക്ക് അറിയാവുന്നത് ഇതിനെ കുറിച്ചായിരിക്കും. മോസ്റ്റ് ആൾക്കാർക്ക് തൊപ്പിക്കല്ല്, കൊടക്കല്ല് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണ് സംഭവം എന്ന് വലുതായിട്ട് അറിയാൻ തോന്നുന്നു. ഈ Malavika, sorry to interrupt. Could you please do the slideshow? Like, could you please run the slideshow? The full screen? Yeah. Okay. There you go. Thank you. Okay. So മഹാശിലായുഗം കേരളത്തിൽ ഏകദേശം
12,000 വർഷം മുമ്പ് തൊട്ട് തുടങ്ങിയെന്നാണ് സുബ്ബരായലു പോലുള്ള ആർക്കിയോളജിസ്റ്റുകൾ വാദിക്കുന്നത്. ഇതിന് എതിരെയുള്ള വാദങ്ങളുണ്ട്. 12,000 വർഷമല്ല, 7,000 വർഷം മുമ്പെയാണ് തുടങ്ങിയതെന്നും 5,000 വർഷം മുമ്പെയാണ് തുടങ്ങിയതെന്നും ഒക്കെ വാദങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഡേറ്റ് ഇതിന് കൊടുക്കണമെങ്കിൽ ഏകദേശം ഒരു 3,500 തൊട്ട് 3,000 വർഷം മുമ്പ് തൊട്ട് മഹാശിലായുഗത്തിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് നമുക്ക് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി നിന്ന് കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലത്തുള്ള കുടക്കല്ലുകൾ, അതായത് ഒരു അംബ്രേല പോലെ ഇരിക്കുന്ന അംബ്രേല സ്റ്റോൺസ് കിട്ടിയിട്ടുണ്ട്. കൊടുമണൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഹാബിറ്റേഷൻ സൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് മിക്ക ഇതുപോലുള്ള സ്മാരകങ്ങളും ശവകുടീര സ്മാരകങ്ങളാണ്. സെപ്പൽക്രൽ മോണിമെന്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇവിടെ ആൾക്കാരെ അടക്കം ചെയ്തതിന്റെ എവിഡൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇപ്പൊ തൊപ്പിക്കല്ലിലാണെങ്കിലും ശരി, നന്നങ്ങാടികളിലാണെങ്കിലും ശരി, ഡോൾമെന്നുകളിലാണെങ്കിലും ശരി, സ്റ്റോൺ സർക്കിൾസിലാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും തന്നെ ഇത് നമ്മൾ കുഴിച്ചു നോക്കുകയാണെങ്കിൽ ഇതിന്റെ അടിയിൽ നിന്ന് നമുക്ക് അസ്ഥി കഷ്ണങ്ങളോ ഇതിന്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും ഗ്രേവ് ഗുഡ്സും കിട്ടാറുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ശവകുടീര സ്മാരകങ്ങളാണ്. നമുക്ക് ഹാബിറ്റേഷൻ സൈറ്റ്സ് കിട്ടിയിട്ടില്ല. അതായത് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ തിയറൈസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ കൊടുമണൽ പോലുള്ള ഒരു തമിഴ്നാട്ടിലെ സൈറ്റിൽ നമുക്ക് ഒരു ഹാബിറ്റേഷൻ സൈറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് സ്കെലിറ്റൽ എവിഡൻസും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ആർഗ്യുമെന്റിലേക്ക് നമ്മൾ തിരിച്ചു വരും. പിന്നീടുള്ള കാലഘട്ടം, അതായത് മഹാശിലാസ്മാരക കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ട്രാൻസിഷൻ ചെയ്യുന്നത് സംഘ കാലഘട്ടത്തേക്കാണ്. ഈ സംഘ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരു ലിംഗ്വിസ്റ്റിക് എഫ്ലോറസൻസ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ചരിത്രത്തിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. എക്സലന്റ് വർക്ക് കാമിൽ ജ്വലിബിൽ എന്ന് പറഞ്ഞൊരു ചെക്ക് ലിംഗ്വിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ ചെയ്തിട്ടുണ്ട്. സ്മൈൽ ഓഫ് മുരുകൻ എന്ന് പറഞ്ഞ ഒരു എക്സംപ്ലറി വർക്ക് പുള്ളിയുടെ ഇതായിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ വെരി ലൂസിഡ്ലി റിട്ടൺ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ യു ഗെറ്റ് റിയലി ഇൻട്രസ്റ്റഡ്. ഈ തിണൈകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ഈ സംഘ കാലഘട്ടം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മിസ്നോമർ ആണ്. ആക്ച്വലി ചങ്കം എന്നാണ്. കറസ എന്നുള്ള വാക്ക് ഉള്ള ശബ്ദം വളരെ കുറവാണ് ഈ ഒരു കോർപ്പസ് ഓഫ് ലിറ്ററേച്ചറിൽ വരുന്ന ചങ്ക കാലഘട്ടം. അപ്പൊ ഈ ചങ്ക കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരുന്നു? അതായത് ഏകദേശം 300 BCE തൊട്ട് 500 CE വരെ കേരളത്തിലെ അല്ലെങ്കിൽ തമിഴകത്തിലെ, കാരണം കേരളം എന്ന് അന്ന് പറയുന്ന ഇന്ന് നമ്മൾ വിളിക്കുന്ന ജോഗ്രഫിക്കൽ ടെറിറ്ററി ഒരു ലാർജർ തമിഴകത്തിന്റെ പാർട്ടായിരുന്നു. അന്നുള്ള ആവാസ വ്യവസ്ഥ എന്തായിരുന്നു? അന്ന് മനുഷ്യർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? അന്ന് മനുഷ്യരുടെ ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്ന് മനുഷ്യരുടെ ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്നുള്ള അധികാര വ്യവസ്ഥകൾ എന്തായിരുന്നു? അന്നുണ്ടായിരുന്ന ജെൻഡർ സങ്കല്പനങ്ങൾ എന്തായിരുന്നു? ഇതൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സംസാരിക്കേണ്ടതിന് വളരെ വളരെ റെലവൻസ് ഉണ്ട്. കാരണം നമുക്ക് അന്നത്തെ ആവാസ വ്യവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര അധികം ആൾക്കാർ അക്കോമഡേറ്റീവ് ആയിരുന്നെന്നും എത്ര അധികം സർക്കുലേറ്ററി നെറ്റ്വർക്ക്സ് നമുക്കുണ്ടായിരുന്നെന്നും എങ്ങനെയാണ് ഒരു ലാർജർ കൾച്ചറൽ നെറ്റ്വർക്ക് നിലനിന്നിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു വളരെ ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സംഘകാല കൃതികളിൽ തിണൈ എന്നുള്ള ഒരു സങ്കല്പമാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നത്. അതായത് ആ മുഴുവൻ തമിഴകവും 5 മൈക്രോ എക്കോസോൺസ് ആയിട്ട്, 5 ആവാസ വ്യവസ്ഥകളായിട്ട്, 5 കൈൻഡ് ഓഫ് ലിവിങ് സിസ്റ്റംസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ കുറിഞ്ചി എന്ന് പറഞ്ഞ മലം പ്രദേശമുണ്ട്. അവിടെ കുന്നുകളും മലകളെയാണ് കുറിഞ്ചി പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലൈ എന്ന് പറഞ്ഞ ഡ്രൈ ലാൻഡ് പ്രദേശങ്ങളുണ്ട്. മുല്ലൈ എന്ന് പറഞ്ഞ മെഡോസ് ഉണ്ട്. മരുതം എന്ന് പറഞ്ഞ നീർജല കൃഷി സ്ഥലങ്ങളുണ്ട്. നെയ്തൽ എന്ന് പറഞ്ഞ ലിറ്ററൽ ലാൻഡ്സ് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസ് ഉണ്ട്. ഈ 5
ആവാസ വ്യവസ്ഥകൾ. പക്ഷെ ഇതെല്ലാം തന്നെ ഒരു കൾച്ചറൽ കോംപ്ലക്സിന്റെ ഭാഗവുമാണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഇങ്ങനെ ഓർക്കും, ഒരു മാപ്പ് പോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. അതിൽ ഹില്ലി ട്രാക്സ് ആയിട്ടുള്ള, അതിൽ മൗണ്ടേനിയസ് ആയിട്ടുള്ള റീജിയനെ നമ്മൾ കുറിഞ്ഞി എന്ന് വിളിക്കും. ആ കുറിഞ്ഞിയിൽ വേടരും കുറവരും എന്ന് പറഞ്ഞ മനുഷ്യരാണ് ജീവിക്കുന്നത്. അവർ ഹണ്ടർ ഗ്യാദറേഴ്സ് ആണ്. അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്. മായോൻ അല്ലെങ്കിൽ മുരുകൻ എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ ആണ് അവർ ആരാധിക്കുന്നത്. നമ്മൾ ഈ ദൈവം എന്ന് പറയുന്നത് ഒരു ദേവതാ സങ്കല്പമാണ്. അതിനൊരു ആന്ത്രോപോമോർഫിക് ആയിട്ടുള്ള ഫിഗർ ഒന്നും അന്ന് ആയിട്ടില്ല. അതിനെ ഒരു മനുഷ്യനെ പോലെ ചിത്രീകരിക്കുന്നില്ല. ഒരു സ്പിരിറ്റ് പോലെയാണ് മായോനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഹില്ലി ട്രാക്റ്റിൽ മൗണ്ടൈനിൽ കുറിഞ്ചിയിൽ വേടരും കുറവരും ജീവിക്കുന്നു. അതേപോലെ തന്നെ പാലെ. അപ്പം പാലെ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്. അപ്പൊ ഈ വരണ്ട പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു ലൈഫാണ് അവർക്ക്. അപ്പൊ അവിടെ താമസിച്ചിരുന്നവരെ മറവരും കള്ളരും, അത് മറവർ എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരുന്നിട്ട് പ്ലണ്ടർ ചെയ്യുന്നതും ലൂട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരാണ് പാലയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ മുല്ലിയിൽ ജീവിച്ചുകൊണ്ടിരുന്നത് മെഡോസിൽ. അപ്പൊ അവിടെ കാറ്റിൽ ഗ്രേസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഹേർഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇടവർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് അവിടെ കേൾക്കാം. ഇതുപോലെ തന്നെ മരുതം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫെർറ്റൈൽ ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ നിർജ്ജല കൃഷിയുണ്ട്. കുറിഞ്ഞിയിലും പക്ഷെ ഓൾറെഡി കൃഷിയുണ്ട് എന്ന് കെ എസ് മാധവൻ പോലുള്ള ഹിസ്റ്റോറിയൻസ് വാദിക്കുന്നുണ്ട്. അതിനുള്ള എവിഡൻസും ഉണ്ട്. പക്ഷെ മരുതത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫെർറ്റൈൽ ആയിട്ടുള്ള ഏരിയ ആണ്, റിവേഴ്സ് ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കൾട്ടിവേഷൻ ഏറെക്കുറെ സ്മൂത്ത് ആയിട്ട് നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ വസിച്ചിരുന്നവരെ ഉഴുവൂറും തൊഴുവൂറും എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റീസ് അവിടെ വസിച്ചിരുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നെയ്തൽ എന്ന് പറഞ്ഞ ലിറ്ററൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റൽ ആയിട്ടുള്ള റീജിയനാണ്. ആ റീജിയനിൽ മീനവരും പരതവരും മത്സ്യ തൊഴിലാളികളും എന്താണ് കടലിനെ ഉപജീവന മാർഗമായിട്ട് ലൈവ്ലിഹുഡ് ആ ഒരു രീതിക്ക് പോകുന്നവരുമാണ് നമ്മൾ നെയ്തലിക്കാട്. അവിടെ കടലോൻ എന്ന് പറഞ്ഞ ഒരു ദേവതാ സങ്കല്പത്തിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ 5 കൈൻഡ് ഓഫ് ആവാസ വ്യവസ്ഥകളും 5 കൈൻഡ് ഓഫ് സിസ്റ്റംസും 5 കൈൻഡ് ഓഫ് മൈക്രോ എക്കോസോൺസും നിലനിന്നിരുന്ന ഒരു ലാർജ് കൾച്ചറൽ കോംപ്ലക്സ് ആണ് ഈ തിണൈ എന്ന് പറഞ്ഞ സിസ്റ്റം പ്രതിനിധീകരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുറെ കൂടെ ഈസി ആകും. പക്ഷെ പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ് ഇറ്റ്സ് എ വെരി അനക്രോണിസ്റ്റിക് എക്സാമ്പിൾ. മനസ്സിലാകാൻ വേണ്ടി, നമ്മൾ പോപ്പുലർ ടോക്ക് ആയതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കാണും. ഈ ബ്ലാക്ക് പാന്തർ എന്നുള്ള സിനിമയിൽ ബ്ലാക്ക് പാന്തർ സിനിമയിൽ രാജാവാകാൻ പോകുമ്പോൾ ചാലഞ്ചിന്റെ സീനാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അതിനകത്ത് ചാലഞ്ച് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് പല പല ട്രൈബുകളെ കാണിക്കുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഈ പുള്ളിയെ ചാലഞ്ച് ചെയ്യാൻ വരുന്ന മങ്കി ട്രൈബ് നോർത്തിൽ നിന്ന് വരുന്നുണ്ട്. അവര് വന്നിട്ട് ഇയാളെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു മൈനിങ് ട്രൈബിനെ കാണിക്കുന്നുണ്ട്. റിവർ, ആ ഒരു വായിൽ ഇങ്ങനെ ഒരു കാര്യമൊക്കെ വെച്ചിട്ട് ഒരു റിവർ ട്രൈബിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ പല പല ട്രൈബുകൾ ഒത്തുകൂടിയാണ് വക്കാണ്ട എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു ഫ്രെയിമിൽ നിങ്ങൾ തിങ്ക് ചെയ്താൽ മേ ബി നിങ്ങൾക്ക് തിണകളെ മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. വക്കാണ്ട രാജ്യമാണ്. സംഘകാലഘട്ടത്തിൽ രാജ്യമൊന്നും ഉണ്ടായിട്ടില്ല, രാജാക്കന്മാരും ഉണ്ടായിട്ടില്ല. ആകെ നമുക്ക് പറയാൻ പറ്റുന്ന ചെറിയ ചെറിയ എന്താണ് കാളപ്പോരുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പോരുകളുമുള്ള ഗോത്ര തലവന്മാരെ നമുക്ക് കാണാൻ പറ്റും. ട്രൈബൽ ചീഫ്സിനെ കാണാൻ പറ്റും. സോ വെരി ഡെഫിനറ്റ്ലി നമ്മൾ തിണകളെ നോക്കുകയാണെങ്കിൽ ഈ പല തിണകളിലും ട്രൈബൽ ചീഫ്സ് ഉണ്ട്. പക്ഷെ ഈ ട്രൈബൽ ചീഫ്സ് ഉള്ളപ്പോൾ തന്നെ ഇത് ഹെറിഡിറ്ററി ആണെന്നുള്ള റെഫറൻസ് ഇല്ല. 1. 2, എൻഡോഗ്യാമസ് ആണെന്നുള്ള റെഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഗോത്രമാണ്. പക്ഷെ ഗോത്രത്തിൽ എൻഡോഗ്യാമി പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു ഗോത്ര സിസ്റ്റം കാസ്റ്റിലേക്ക് മാറുമ്പോൾ വരുന്ന ഏറ്റവും ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് എൻഡോഗ്യാമി. കാരണം കാസ്റ്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് 1 കോമൻസാലിറ്റി, 2 എൻഡോഗ്യാമി. സോ എൻഡോഗ്യാമി ആണ് എന്ന് എൻഡോഗ്യാമി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ
എന്നുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ തിണകൾ നമ്മളോട് പറയും എൻഡോഗമിക്ക് ഉള്ള റെഫറൻസസ് വളരെ 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 കുറവാണ്. ഒന്ന്, നമ്മളിപ്പം നട്രിനൈ പോലത്തുള്ള ഒരു കൃതി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറിഞ്ഞിയിലുള്ള ഒരു വിരഹിണിയായ ഭാര്യ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നെയ്തലിലുള്ള ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കാണാം. അപ്പം എൻഡോഗമി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ കുറിഞ്ഞിയിലുള്ളവർ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. പക്ഷെ കുറിഞ്ഞിയിൽ നിന്ന് ഒരു പ്രണയിനി നെയ്തലിലുള്ള ഒരാളെ ഡിസയർ ചെയ്യുന്നതും അയാൾ തിരിച്ചു വരാൻ കാത്തിരിക്കുന്നതിനെല്ലാം കുറിച്ചുള്ള റെഫറൻസസ് നട്രിനൈ പോലുള്ള വർക്ക്സിലുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വളരെ അമ്യൂസിങ് ആയിട്ടുള്ള പാസേജസ് നമുക്ക് സംഗമം വർക്ക്സിൽ നിന്ന് കിട്ടും. അതിലൊരു വളരെ അമ്യൂസിങ് ആയിട്ടുള്ള ഒരു പാസേജ് ആണ് ഇതിന്റെ ഒരു ഫാമിലി സ്ട്രക്ചർ എത്ര ഫ്ലൂയിഡ് ആയിരുന്നെന്നും ഈ ഫാമിലി സ്ട്രക്ചർ എത്ര ലൂസ് ആയിരുന്നെന്നും നമുക്ക് മനസ്സിലാകുന്നു. ഫോർ ഇൻസ്റ്റൻസ്, കുറുന്തോകയിൽ ഒരു വർക്കില് ഒരു സ്ത്രീ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കാണുകയാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ അതിന്റെ 400ാമത്തെ കോളംഫോണിലാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് കാണുമ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ആലോചിക്കുകയാണ്, അയ്യോ ഇതിലൊരു കുഞ്ഞിനെ കാണാൻ എന്റെ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യയുടെ കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ടല്ലോ, എന്തൊരു തേജസ്സുള്ള കുഞ്ഞാണ്, ഹൗ റേഡിയന്റ് ഡസ് ദ ചൈൽഡ് ലുക്ക് എന്ന്. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഇന്നത്തെ ഫാമിലിയുടെ സങ്കല്പത്തിന്റെ അപ്പുറത്തായി നമ്മുടെ ഇപ്പോഴത്തെ രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ അധികാര വ്യവസ്ഥകളുടെ എല്ലാം അതിന്റെ എല്ലാം അപ്പുറത്ത് നമ്മുടെ ഒരു സോഷ്യൽ ഇമാജിനേഷനിന്റെ എത്രയോ അപ്പുറത്താണ് ഈ ഒരു കൾച്ചറൽ ഫോർമേഷൻ നിലനിൽക്കുന്നത്. ഇതിനെ നമ്മുടെ ചിന്തയുടെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഈ ഒരു 500 വർഷം പുറകോട്ട് ചിന്തിക്കാനോ 600 വർഷം പുറകോട്ട് ചിന്തിക്കാനോ ഒക്കെ നമുക്ക് സാധ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഈ ലിറ്ററേച്ചർ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള, വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള തോട്ട്സ് എൻകാപ്സുലേറ്റ് ചെയ്യുന്ന ഒരു വളരെ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ സംഘം ലിറ്ററേച്ചർ. ഈ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ 18 ആന്തോളജീസ് ആണ്. ഈ 18 ആന്തോളജിയിൽ 8 തോകൈ എന്ന് വിളിക്കപ്പെടും. അതിൽ നട്രിനൈ, കരുന്തോകൈ, ഐൻകുരുനോറ്, പതിറ്റുപാട്ട്, പരിപ്പടൽ, കലിത്തോകൈ, അകന്നാനൂറ്, പുറന്നാനൂറ്, ഇങ്ങനെ 8 ആന്തോളജീസും 10 പാട്ടുമാണ് ഉള്ളത്. ഇതിന് നമ്മൾ ഓരോ വേഴ്സ് എഴുതിയവരുടെയും പേരുകൾ പറയുന്നുണ്ട്. ഏകദേശം 500ഓളം പോയറ്റ്സ് ഉണ്ട്. ഈ 500 പോയറ്റ്സിൽ നെയിംഡ് ആയിട്ടുള്ള 400ഓളം പോയറ്റ്സ് ഉണ്ട്. അനോയമസ് ആയിട്ടുള്ള 100 പോയറ്റ്സ് ഉണ്ട്. ഇതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കവിതകൾ എഴുതുന്നുണ്ട്. കപിലാർ എന്നുള്ള ഒരു പോയറ്റാണ് ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ വരികൾ നമുക്ക് പുള്ളിയുടെയാണ് കിട്ടുന്നത്. സോ എക്സ്ട്രീംലി വൈബ്രന്റ് ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് നമുക്ക് ഈ സംഘകാലഘട്ടത്തിൽ നിന്ന് കിട്ടുന്നത്. ബട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ അബൌട്ട് സംഘം is the idea that 5 different Tinays coexisted together. അവരുടെ ആവാസ വ്യവസ്ഥകൾ വേറെയാണ്, അവരുടെ ലൈവ്ലിഹുഡ് വേറെയാണ്, അവരുടെ ആചാരങ്ങൾ വേറെയാണ്, അവരുടെ ഭക്ഷണക്രമങ്ങൾ വേറെയാണ്. പക്ഷെ ഇവരൊന്നും തമ്മിൽ ഭയങ്കര കലഹമോ ഇവരൊന്നും തമ്മിൽ വളരെയധികം കോൺഫ്ലിക്റ്റോ നമ്മൾ കാണുന്നില്ല. ആൻഡ് ദേ എക്സിസ്റ്റഡ് ഫോർ 700 years or so. ഇവര് തമ്മിൽ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. എൻ ഗണേഷിന്റെ കേരളത്തിന്റെ ഇന്നലെകൾ എന്ന് പറഞ്ഞ വർക്കിൽ മനോഹരമായ ഒരു വാദമുണ്ട്. അതായത് നമ്മൾ കുറിഞ്ചിയിൽ നോക്കുകയാണെങ്കിൽ കുറിഞ്ചിയിലുള്ള പ്രൊഡക്ട്സ് നെയ്തലി എത്തുന്നുണ്ട്. നെയ്തലിൽ നോക്കുകയാണെങ്കിൽ നെയ്തലിലുള്ള ഉമ്മണർ എന്ന് പറഞ്ഞ ഉപ്പ് ഉണ്ടാക്കുന്നവർ ഈ എല്ലാ തിണയിലും ഉപ്പ് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പാലയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് അവരുടെ ലൈഫ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ വേറെ ആൾക്കാരെ പ്ലണ്ടർ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പ്ലണ്ടർ സിസ്റ്റം ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്കിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഈ ഉഴുവൂറിനെയും തൊഴുവൂറിനെയും നോക്കുകയാണെങ്കിലും അവരുടെ പ്രോഡക്ട്സ്
കുറിഞ്ഞിയിൽ എത്തുന്നുണ്ട്, അവരുടെ പ്രോഡക്ട്സ് മരുതത്തിൽ എത്തുന്നുണ്ട്. സോ ഇവരെല്ലാം തന്നെ കോഎക്സിസ്റ്റ് ചെയ്യാണ്. സോ ഇറ്റ് വെരി ക്ലിയർലി ഷോസ് ദാറ്റ് multiple cultural systems can coexist together. In fact, one can even argue that all of these are manifestations of a single cultural network. ഇത് എല്ലാം തന്നെ പല രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുള്ള, പല രീതിയിലുള്ള ലൈവ്ലിഹുഡ്സ് ഉള്ള, പല രീതിയിലുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന, പല രീതിയിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ഉള്ള, പല രീതിയിലുള്ള പ്രൊഡക്ഷനുകളിൽ ഏർപ്പെടുന്ന, പല രീതിയിലുള്ള ജീവിത വ്യവസ്ഥകളുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു കൾച്ചറൽ നെറ്റ്വർക്കിന്റെ ഭാഗമായി 700ഓളം വർഷം നിലനിന്നിരുന്നു എന്നുള്ളത്, ദാറ്റ് ഇസ് ദ ഹിസ്റ്ററി ദാറ്റ് വി നീഡ് ടു ടോക്ക് അബൌട്ട്. കാരണം ദിസ് ഇസ് മച്ച് ബിയോണ്ട് ഈവൻ ദി ഐഡിയ ഓഫ് പ്ലൂറാലിറ്റി. കാരണം എക്സ്ട്രീംലി പ്ലൂറൽ ആണെന്ന് മാത്രമല്ല, എക്സ്ട്രീംലി അക്കോമഡേറ്റീവ് ആണ്. അക്കോമഡേറ്റീവ് ആണെന്നും മാത്രമല്ല, ഇവർ തമ്മിൽ മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് സർക്കുലേഷൻസ് നടക്കുന്നുണ്ട്. സോ ഈ ഒരു ചരിത്രം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് ലിവിംഗ് സിസ്റ്റംസ് ആൻഡ് എക്കണോമിക് നെറ്റ്വർക്ക്സ് ക്യാൻ ലീഡ് ടു എ സർക്കുലേറ്ററി നെറ്റ്വർക്ക് വിച്ച് മാനിഫെസ്റ്റ് ആസ് എ സിംഗിൾ കൾച്ചറൽ നോഡ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഇനി കുറച്ച് ഒരു ട്രജക്ടറി ഒന്ന് മൂവ് ചെയ്യാണ്. ആൻഡ് വിൽ ട്രൈ ടു എക്സ്പ്ലോർ വാട്ട് ദ്രാവിഡ ഈസ്. ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മൾ ദ്രാവിഡ എന്ന് ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ആര്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇതൊരു ആർട്ടിഫിഷ്യൽ ദ്വന്ദ്വമാണ്. ഇങ്ങനെ ഒരു ബൈനറി ആക്ച്വലി ഹിസ്റ്ററിയിൽ അങ്ങനെ വലുതായിട്ട് നിലനിൽക്കുന്നില്ല. ഇത് ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഈ ആര്യ ദ്രാവിഡ ബൈനറി ഉണ്ടായി വരുന്നത്. അതിന്റെ ഒരു ചരിത്രം വളരെ മോഡേണുമാണ്. പക്ഷെ നമ്മൾ പ്രാചീന ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സംഘം കൃതികളിൽ അല്ലെങ്കിൽ ചങ്കം കൃതികളിൽ ദ്രാവിഡ എന്നുള്ള ഒരു ടേമേ നമുക്ക് കാണാൻ പറ്റില്ല. അതായത് നമ്മൾ 300 BC തൊട്ട് വേണമെങ്കിൽ 700 CE വരെ നിലനിന്നിരുന്ന സംഘം പോസംഘം കൃതികളിലൊന്നും ദ്രാവിഡ എന്നുള്ളൊരു ടേം നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഈ ദ്രാവിഡ അല്ലെങ്കിൽ നമ്മുടെ നാട് ദ്രാവിഡ നാടാണ് എന്നുള്ള ഐഡിയ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ ആദ്യമായിട്ട് ദമില അല്ലെങ്കിൽ ദമിൽ എന്നുള്ള ടേം നമ്മൾ കാണുന്നത് പാലി പ്രാകൃത് ലിറ്ററേച്ചറിലാണ്. പിന്നീട് നമ്മൾ ഇത് കാണുന്നത് ഐത്രേയ അരണ്യകയില് നമുക്കിതിന് ദ്രാവിഡ എന്നുള്ള റെഫറൻസ് ഉണ്ട്. അപ്പം ആ ഒരു റെഫറൻസ് വരുന്നത് സൗത്ത് എന്നുള്ള രീതിയിൽ മാത്രമാണ്. അപ്പൊ ഈ സൗത്ത് എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് ആക്ച്വലി സൗത്ത് ഇന്ത്യ ഓർ ഈസ് ഇറ്റ് സൗത്ത് ടു ദി ഐഡിയ ഓഫ് ദി ആര്യാവർത്ത? ഇത് നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. കാരണം ഇന്ത്യന്റെ താഴോട്ടുള്ള സൗത്തിനെയാണോ അതോ മിഡ്യാൻജറ്റിക് വാലിയുടെ സൗത്തിനെയാണോ എന്ന് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല. കാത്യായന എന്ന് പറയുമ്പോഴും ദ്രാവിഡ എന്ന് യൂസ് ചെയ്യുന്നത് ഏകദേശം നമ്മുടെ ഇവിടെയുള്ള ആചാരങ്ങൾ ദ്രാവിഡ ദേശങ്ങളിലില്ല. പക്ഷെ ദ്രാവിഡ എവിടെയാണ്? ഐ യു റെഫറിംഗ് ടു കർണാടക? ഐ യു റെഫറിംഗ് ടു ആന്ധ്രാപ്രദേശ്? ഐ യു റെഫറിംഗ് ടു തമിഴ്നാടു? ഐ യു റെഫറിംഗ് ടു കേരള? വി ആർ നോട്ട് ഷുവർ. കാത്യായനൻ ദ്രാവിഡ എന്ന് ഉദ്ദേശിച്ചത് എവിടെയാണെന്ന് നമുക്ക് ഷുവർ അല്ല. പിന്നീട് നമുക്ക് കേരളത്തിനെ കുറിച്ചും തമിഴകത്തിനെ കുറിച്ചും ഒരു റെഫറൻസ് കിട്ടുന്നത് അശോകൻ ഈഡിക്സ് എന്നാണ്. അപ്പൊ അശോകൻ ഈഡിക്സിൽ കെപ്രപ്രോത്തോസ് അതിനെ കേരളപുത്രാസ് എന്ന് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പാണ്ഡ്യാസിനെ കുറിച്ചും റെഫറൻസ് ഉണ്ട്. ഇത് ഒരു പൊളിറ്റിക്കൽ ഡൈനാസ്റ്റി ആയിരുന്നോ അല്ലയോ അതോ അതൊരു ജോഗ്രഫിക്കൽ സ്ഥലമാണോ എന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു ഡൈനാസ്റ്റിയെ കുറിച്ചുള്ള റെഫറൻസ് ആകാനാണ് സാധ്യത. പിന്നീട് നമുക്ക് റെഫറൻസ് ദ്രാവിഡ എന്ന് കിട്ടുന്ന അല്ലെങ്കിൽ തമിഴ് ഇതിനെ കുറിച്ച് റെഫറൻസ് കിട്ടുന്നത് കലിംഗ രാജാവായ ഖരവേലന്റെ ഹതികുംഫ ഇൻസ്ക്രിപ്ഷനിലാണ്. 150 BC-യിലാണ്. അതിനകത്ത് തമിഴ് സംഗത, തമിഴ് കോൺഫിഡറസി എന്ന് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് തമിഴ് ആണ്, ദ്രാവിഡ എന്നുള്ള അതല്ല, തമിഴ് അല്ലെങ്കിൽ തമിഴ് എന്നാണ്. പിന്നെ നമുക്ക് ഒരു റെഫറൻസ് ഉള്ളത് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ, 40 to 70 BC-യിൽ എഴുതപ്പെട്ട ഒരു ഗ്രീക്കോ റോമൻ ടെക്സ്റ്റ് ആണിത്.
ഈ ടെക്സ്റ്റിനകത്ത് ദമരീക്ക് എന്നുള്ള റെഫറൻസ് ഉണ്ട്. ടോളമി ഇതുപോലെ ലെമരീക്ക്, ഈ ദമരീക്കയുടെ തന്നെ ഒരു കറപ്റ്റഡ് വേർഷൻ ആകാനാണ് ലെമരീക്ക് ചാൻസ്. അപ്പം ഇങ്ങനെ രണ്ട് റെഫറൻസ്, ഈ ദമരീക്ക് തമിഴ് ആകാനും തമിഴ്നാടാകാനും ഉള്ള ചാൻസ് ഉണ്ടെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. നമുക്ക് ഇപ്പം ആന്ധ്രാപ്രദേശിൽ അമരാവതി എന്നുള്ള സ്ഥലത്ത് അവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ 3-ാം നൂറ്റാണ്ടിൽ നിന്നുണ്ട്. അവിടെ തമിഴ് വാണിയ എന്ന് പറഞ്ഞാൽ മെർച്ചന്റ് എന്നാണ്. അപ്പൊ തമിഴ് മെർച്ചൻസ് എന്നുള്ള ഒരു റെഫറൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ 5th സെഞ്ച്വറിയിൽ ഒരു ജൈന മങ്ക് ഒരു ദ്രാവിഡ സംഘം, അതായത് ഒരു മെൻഡിക്കൻസിന്റെ ജൈന മങ്സിന്റെ ഒരു സംഘം സ്ഥാപിക്കുന്നതായിട്ട് ഒരു റെഫറൻസ് ഉണ്ട്. ജൈന മങ്ക് വജ്ര നന്ദി എന്ന് പറഞ്ഞു. ഈ ഒരു റെഫറൻസ് ഒക്കെയാണ് നമുക്ക് ദ്രാവിഡ എന്നുള്ള ഒരു പദത്തിന്റെ റെഫറൻസ്. അല്ലാതെ നമുക്ക് സംഘകൃതികളിൽ നിന്ന് ദ്രാവിഡ എന്നുള്ള ഒരു റെഫറൻസ് കിട്ടുന്നില്ല. ഇൻഫാക്ട് റോബർട്ട് കാഡ്വെൽ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ലിംഗ്വിസ്റ്റ് സ്കോളർ ആണ് ദ്രാവിഡ ലാംഗ്വേജ് ഗ്രാമർ എന്നുള്ളൊരു ഐഡിയ മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ ഈ ഐഡിയ മുമ്പോട്ട് വെക്കുന്ന പ്യൂർലി ലിംഗ്വിസ്റ്റിക് ആയിട്ടൊരു ഐഡിയ ആണ്. അതായത് ദ്രാവിഡ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ലാംഗ്വേജസ് ഉണ്ട്, അല്ലാതെ ദ്രാവിഡ കൾച്ചറോ അല്ലെങ്കിൽ ദ്രാവിഡ എന്താ പറയുന്നത് ഒരു ദ്രാവിഡ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിളിനെ കുറിച്ചോ നമുക്ക് പാസ്റ്റിൽ നിന്ന് റെഫറൻസസ് വളരെ വളരെ കുറവാണ്. 1920s തമിഴ് നാഷണലിസത്തിന്റെ ഭാഗമായിട്ട് 1960s വരെയുള്ള ഒരു തമിഴ് ഐഡന്റിറ്റി ക്രിയേഷന്റെ ഭാഗമായിട്ടാണ് ഈ ദ്രാവിഡ എന്നുള്ള ഒരു ടേം ഇമ്പോർട്ടന്റ് ആകുകയും അങ്ങനെ ഒരു കൾച്ചറൽ കൺസോളിഡേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നത്. സോ അതിന്റെ പൊളിറ്റിക്സ് ഒരു മോഡേൺ ഡേ പൊളിറ്റിക്സിലാണ് ആക്ച്വലി നമ്മൾ അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു പ്രൊഫൗണ്ട് കൺഫ്യൂഷൻ ഒരുപാട് പേർക്കുണ്ട്. ആര്യയും ദാസയും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ ഈ ദാസൻ ദ്രാവിഡനാണ് എന്നുള്ളൊരു രീതിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി നോട്ട് ഫൗണ്ട് ഇൻ ദ സോഴ്സസ്. ദാസ എന്ന് പറയുന്നത് ആര്യ എന്ന് പറയുന്ന ലാർജർ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ്. അവരുടെ കളപ്പോരുകളിൽ അവർ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് എടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെയാണ് ദാസകളും ദാസ്യകളുമായിട്ട് മാറിയതും. അവരാണ് പിന്നീട് റിച്വൽ റാങ്കിങ്ങിൽ ഒരു വർണ്ണ ബേസ്ഡ് കാറ്റഗറിയിൽ ഒരു ലോവർ ഓർഡറിൽ ലൊക്കേറ്റഡ് ആകുന്നതൊക്കെ. പക്ഷെ ആ ദാസയ്ക്കും നമ്മുടെ ദ്രാവിഡയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇൻഫാക്ട് നമുക്ക് കാണാൻ പറ്റും സംഘകാല കൃതികളിൽ ദ്രാവിഡ എന്നുള്ളൊരു ടേം കാണാൻ പറ്റുന്നില്ല. നമുക്ക് സംഘകാല കൃതികളിൽ കാണാൻ പറ്റുന്ന ഒരു മൾട്ടിപ്ലിസിറ്റിയുടെ ഒരു പാസ്റ്റാണ്. അതിൽ ഒന്നിലേക്ക് മൊണോലിത്തൈസ് ചെയ്ത് ഒരു ഐഡന്റിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതകൾ നമുക്ക് കാണാൻ തന്നെ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എപ്പോഴും പല പല സിസ്റ്റങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് വർക്ക്സ് ആണ് ഈ സംഘകൃതികൾ. അതില് നമുക്ക് ഉച്ചനീചത്വങ്ങൾ വളരെ കുറവാണ്, ഹൈറാർക്കി വളരെ കുറവാണ്. ഇപ്പം കുറിഞ്ചിയിലുള്ള വേടറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കവിതകൾ വന്നിട്ടുള്ളത് കുറിഞ്ചി തിണയിന്നാണ്. അപ്പൊ വേടറിന്റെ വീരത്വത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ വേളിർ എന്ന് പറയുന്ന അധികാരമുള്ള ചിലവരെ കുറിച്ച് പറയുന്നുണ്ട്. മൂവേന്തന്മാരെന്ന് പറയുന്നുണ്ട്. ചേര, ചോള, പാണ്ഡ്യ ആയിട്ടുള്ള ചെറിയ ചെറിയ ഗോത്രത്തലവന്മാരാണ് ഇവർ. ഒന്നും വലിയ ഡൈനാസ്റ്റികൾ അപ്പൊ ആയിട്ടില്ല. അപ്പൊ ഈ ചെറിയ ചെറിയ ഗോത്രത്തലവന്മാരുടെ എന്താണ് വലിയ വീരകൃത്യങ്ങളെ കുറിച്ച്. വീരകൃത്യം എന്ന് പറയുന്നത് എന്താ? പശുവിനെ പിടിച്ചുകൊണ്ട് വരുന്നതും ചെറിയ ചെറിയ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നതും. യുദ്ധമൊന്നും അല്ല, പോരുകളാണ്. ഇതൊക്കെയാണ് വലിയ വീരകൃത്യങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അകനാനൂറില് വളരെ സബ്ലൈം ആയിട്ടുള്ള ലവ് പോയട്രിയെ കുറിച്ച് പറയുന്നുണ്ട്. പുറനാനൂറിൽ വാർ പോയട്രിയെ കുറിച്ച് പറയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പ്രകൃതി എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണ എന്ന് പറയുന്നുണ്ട്. What you see is that you have this extreme kind of diversity which is manifest in each of the colophons of this wonderful corpus of literature. So നമ്മൾ നമ്മളൊരു സൗത്ത് ഇന്ത്യയുടെ ഒരു ജനറ്റിക് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇത് നേച്ചറിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് ഞാനിത് ബേസ് ചെയ്യുന്നത്. കെ നരസിംഹന്റെ നേച്ചറിലും സയൻസിലും ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട്.
സോ നമ്മൾ ഇന്നൊരു സൗത്ത് ഇന്ത്യൻ ജിനോമിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം 500 human specimens നോക്കി, ആൻഡ് ഇറ്റ് സ്പാൻഡ് ഓവർ അബൌട്ട് 6,000 years. ഈ 6,000 yearsൽ 500 സ്പെസിമെൻസിൽ നിന്ന് ഒരു സൗത്ത് ഇന്ത്യയുടെ ജിനോമിക് ഹിസ്റ്ററി, അതായത് ASI എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന ഏൻഷ്യൻ സൗത്ത് ഇന്ത്യൻ DNA ജിനോമിക് ഹിസ്റ്ററിന്ന് റിവീൽഡ് ആയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ DNA-യിലുള്ളത് സൗത്ത് ഏഷ്യൻ ഹണ്ടർ ഗ്യാതറേഴ്സിന്റെ DNA നമുക്കുണ്ട്. നിയോളത്തിക് വെസ്റ്റ് ഏഷ്യൻ ഫാമേഴ്സ്, അതായത് ഇറാനിൽ നിന്ന് വന്ന സെൻട്രൽ ഏഷ്യൻ സ്റ്റെപ്പുകളിൽ നിന്ന് വന്ന നിയോളത്തിക് വെസ്റ്റ് ഏഷ്യൻ ഫാമേഴ്സിന്റെ DNA നമുക്കുണ്ട്. യമന്യ പാസ്റ്ററലിസ്റ്റ്, അതായത് നമ്മൾ സെൻട്രൽ ഏഷ്യയിൽ നിന്നും പിന്നീട് നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഓസ്ട്രോ ഹംഗേറിയൻ സ്ട്രെയിൻ ഉണ്ട്, അവിടെ നിന്നുമുള്ള DNA നമുക്കുണ്ട്. സോ whether you're looking at the Thinais or whether you're looking at our ancient DNA, what you see is that it's an admixture. It's an absolute admixture of multiple kinds of people who came together, who lived together, who commingled together, who had children together, and who gave rise to an extremely composite cultural as well as genetic situation. ഇതിനോടൊപ്പം പറയണമല്ലോ, അതിൽ ഒരു സ്ട്രാൻഡ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ബ്രഹ്വൈ, അതായത് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാനിൽ ബ്രഹ്വൈ പോപ്പുലേഷന്റെ ഒരു സ്ട്രെയിൻ വരെ നമുക്ക് ഇവിടെ സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഈ ഒരു സ്റ്റഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് സ്റ്റഡീസ് ദാറ്റ് ഹാസ് ബീൻ ഡൺ. നമ്മൾ ഈ സംഘ കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് ഏകദേശം 500 CE ആയി കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ് സംഘം കാലഘട്ടത്തിലേക്ക് മാറുക. ആ സമയത്താണ് നമ്മുടെ ചിലപ്പതികാരം പോലുള്ള മണിമേഖലൈ പോലുള്ള കൃതികൾ എഴുതപ്പെടുന്നത്. ഈ ചിലപ്പതികാരവും മണിമേഖലയും എഴുതപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചരിത്ര സന്ദർഭമാണ്. കാരണം അതൊരു ഒരു ഷിഫ്റ്റ് മാർക്ക് ചെയ്യുന്ന സന്ദർഭമാണ്. ഈ ഷിഫ്റ്റ് എന്താണെന്ന് നമുക്ക് പറയാം, പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. ഞാനിത് വെറുതെ ഒന്ന് വിക്കിപീഡിയയിൽ ഒരു ഇമേജ് നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയതാണ്. അപ്പം ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന ഇമേജ് വിക്കിപീഡിയയിൽ കൊടുത്തിരിക്കുന്ന ഇളങ്കോ അടികളുടെ ഇമേജാണ്. ഇളങ്കോ അടികൾ എന്ന് പറയുന്നത് അന്നത്തെ ചേര രാജാവായിട്ടുള്ള ശങ്കുട്ടുവന്റെ ബ്രദർ ആയിരുന്ന ഒരു ജൈന സ്കോളറാണ്, ജൈന റൈറ്ററാണ്. ജൈന മങ്ക് ആയിരുന്നു എന്നുള്ള വാദങ്ങളുണ്ട്. അപ്പൊ ഈ ജൈന മങ്കിനെ വിക്കിപീഡിയ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു മുനിയെ പോലെയാണ്. അതായത് നമ്മൾ ഈ മുനി ഋഷി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ഒബ്വിയസ് കണക്ഷൻ ടു ഹിന്ദുയിസം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഡ്രോ ചെയ്യും. പക്ഷെ ഈ ഒരു സമയത്തെ സൗത്ത് ഇന്ത്യൻ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹിന്ദുയിസം പോയിട്ട് വേദിസം പോലും അങ്ങനെ എത്തിയിട്ടില്ല. ചില ശ്രമണാസിനെ കുറിച്ചും ചില ബ്രാഹ്മണാസിനെ കുറിച്ചും മെൻഷൻ ഉണ്ട്, പക്ഷെ ഒരു മേജർ ഇമ്പാക്ട് ഈ ഒരു സമയത്ത് വന്നിട്ടേ ഇല്ല. അത് നമ്മൾ സംഘം എടുത്ത് എത്ര എക്സ്റ്റെൻസീവ് ആയിട്ട് കോം ത്രൂ ചെയ്താലും നമുക്ക് കാണാൻ പറ്റില്ല. സം സ്ട്രേ റെഫറൻസസ് ഉണ്ട് വേദിക് ചില സാക്രിഫൈസസിനെ കുറിച്ച്. പക്ഷെ ഇതിന്റെ ഒരു ലാർജ്, അതായത് നമ്മൾ മനസ്സിലാക്കണം, ഏകദേശം 5000-6000 വേഴ്സസ് ഉള്ളതിൽ വളരെ സ്ട്രേ ആയിട്ടുള്ള റെഫറൻസസേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഇമേജസിനൊരു പ്രശ്നമുണ്ട്. അത് ഈവൻ ഇപ്പൊ നിങ്ങൾ തിരുവള്ളുവറിന്റെ ഇമേജ്, അത് കന്യാകുമാരി എന്നുള്ള ഇമേജാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതെടുത്ത് നോക്കിയാലും ഈ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സാഫ്രനൈസ് ചെയ്ത് കാവ്യൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വെള്ള ഡ്രസ് വെച്ച് താടിമുടിയൊക്കെ വളർത്തി, ഇതൊരു പ്രശ്നം പിടിച്ച ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. കാരണം ഇങ്ങനെയാണോ ഇവർ ഇരുന്നിരുന്നതെന്ന് നമുക്കറിയില്ല. ഇവര് ദീക്ഷയൊക്കെ വളർത്തിയ മനുഷ്യരായിരുന്നോ എന്ന് നമുക്കറിയില്ല. ഇവര് മുനിമാരെ പോലെ ജീവിച്ചിരുന്നവരാണോ എന്ന് നമുക്ക് അറിയില്ല. സെക്കൻഡ് ഓഫ് ഓൾ, നമ്മൾ ജൈന ഒരു പാരമ്പര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മെൻഡിക്കൻസ് എന്ന് പറഞ്ഞാൽ ഒരു തുണി മാത്രം കൊടുത്തു, ഒരു ബെഗിങ് ബൗള് ഉള്ള ഒരു സ്റ്റാഫ് പിടിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരാണ് ജൈന മെൻഡിക്കൻസ് ആയിട്ട്. സല്ലേഖനം ചെയ്യുന്ന വളരെ എമാഷിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ജൈന ട്രഡീഷനിൽ കാണുന്നത്. പക്ഷെ അവരിങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയാണ്. സോ സംവെയർ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ ഈ പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പ്രസന്റ് ഡേ ഇമാജിനേഷൻ വെച്ചിട്ട് പാസ്റ്റിനെ നോക്കുമ്പോൾ അത് ഒരു വളരെ സങ്കീർണമാകുന്നത്. നമുക്ക് ഇതെല്ലാം തന്നെ മൊണോളത്തൈസ് ചെയ്തിട്ട് ഇതെല്ലാം തന്നെ ഒന്നിലേക്ക് ചുരുക്കാൻ ഒരു ടെൻഡൻസി
നമുക്കുണ്ട്. കാരണം human mind has an issue of simplifying things. So simplification is not a problem, but it becomes a problem when you do not acknowledge that there is so much diversity. ഞാനതൊരു സൈഡ് നോട്ട് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ സംഘകാലഘട്ടത്തിൽ നിന്ന് പോസ്റ്റ് സംഘകാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ മണിമേഖല പോലുള്ള, ശിലപ്പതികാരം പോലുള്ള കൃതികൾ നമുക്ക് കാണാൻ പറ്റും. ഇതേ ഏകദേശം സമയത്താണ് തിരുക്കുറളും രചിക്കപ്പെടുന്നത്. ദിസ് ഇസ് വേർ നമുക്ക് മനസ്സിലാകുന്നത് ദാറ്റ് റിലീജിയൻ എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന രീതിയിലല്ല റിലീജിയൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് പാസ്റ്റില്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഒരു ഫാമിലിയിൽ ജനിക്കുന്ന ഒരാള് ഇന്ന മതത്തിൽപ്പെട്ടായിരിക്കും. അയാളുടെ മകളോ അയാളുടെ മകനോ അതേ റിലീജിയനിലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു ക്രിസ്റ്റലൈസ്ഡ് ഐഡന്റിറ്റി പാസ്റ്റിൽ ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ ചിലപ്പതികാരം എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പതികാരത്തിൽ കണ്ണകിയുടെ കഥയാണ്. അപ്പൊ കണ്ണകിയുടെ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും അത് അറിയില്ല. സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അപ്പൊ കണ്ണകിയുടെ കഥ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ണകിയെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പോർട്രേ ചെയ്തിരിക്കുന്നത് ഒരു ജൈന സ്ത്രീ ആയിട്ടാണ്. കണ്ണകിയുടെ ഭർത്താവ് കോവലനും ജൈന ഇതാണ്. അപ്പൊ ഇവര് പൂമ്പുഹാറിലേക്ക് പോകുന്ന വഴി ഒരു കാവുന്തി എന്ന് പറഞ്ഞ ഒരു ജൈന സന്യാസിനിയെ കാണുന്നുണ്ട്. അപ്പം ഈ അതിൽ കുറച്ച് ജൈന പ്രീസെപ്റ്റ്സ് എല്ലാം പറയുന്നുണ്ട്. ഇത് എഴുതിയ ആള് ഇളങ്കോടികൾ ജൈന മങ്കുവാണ്. പക്ഷെ പിന്നീട് മണിമേഖലയെ രചിക്കപ്പെടുമ്പോൾ അത് മണിമേഖല ആരാണ്? മണിമേഖല കണ്ണകിയുടെ മകളാണ്. പക്ഷെ മണിമേഖല ഒരു ബുദ്ധിസ്റ്റ് സന്യാസിനിയാകാണ്. മണിമേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശാത്തനാർ ഒരു ബുദ്ധിസ്റ്റ് മങ്കാണ്. അപ്പൊ ശാത്തനാർ എഴുതുന്ന മണിമേഖലയില് ചക്രവാള കൂട്ടം എന്ന് പറഞ്ഞ ബുദ്ധിസ്റ്റ് കോസ്മോളജിയെ ഏറ്റവും നന്നായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഐലൻഡിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കണ്ണകിയുടെ ഭർത്താവ് കൊല്ലപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ് മധുരയെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേര രാജ്യത്തോട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ ചേര രാജാവ് കണ്ണകിയെ അപ്പീസ് ചെയ്യാൻ വേണ്ടി പത്തിനി അമ്മാളായിട്ട് കണ്ണകിയെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പൊ പത്തിനി അമ്മാളായിട്ട് കണ്ണകിയെ പ്രതിഷ്ഠിക്കുമ്പോൾ കണ്ണകിയെ ബുദ്ധിസ്റ്റ് ദേവിയായിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്. ഈ പത്തിനി അമ്മാളായ കണ്ണകി ശ്രീലങ്കയിലേക്ക് പിന്നീട് ഒരു ദേവതാ സങ്കല്പമായിട്ട് പോകുന്നുണ്ട്. ഈ ദേവതാ സങ്കല്പമായിട്ട് കണ്ണകിയെ കൊണ്ടുപോകുന്നത് ബുദ്ധിസ്റ്റ് മെർച്ചൻസ് ആണ്. ഇപ്പൊ ജൈന ആയിരുന്ന കണ്ണകി പത്തിനി അമ്മാളായി മാറി ശ്രീലങ്കയിൽ എത്തുമ്പോഴത്തേക്ക് വീണ്ടും അത് ഒരു ഫീമെയിൽ ബോധിസത്വ പോലെയുള്ള ഒരു ദേവതാ സങ്കല്പമാണ്. മൾട്ടിപ്പിൾ ട്രാൻസിഷൻസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലീജിയൻ ഒരിക്കലും ഒരു ക്രിസ്റ്റലൈസ്ഡ് ഐഡന്റിറ്റി ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഈ മായോൻ എന്ന് പറയുന്ന കുറിഞ്ചിയിൽ ഉണ്ടായിരുന്ന ഒരു സങ്കല്പം പിന്നീട് മുരുകനായിട്ട് മാറുക. ഈ മുരുകനായിട്ട് മാറുമ്പോഴാണ് മായോന് ഒരു 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 ആന്ത്രോപോമോർഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലൈക്ക് ഫിഗർ വരുന്നത്. പിന്നീട് അതായത് പിന്നീട് 100-200 വർഷം പിന്നീട് കഴിയുമ്പോഴാണ് ഈ മുരുകനെ സ്കന്ദനായി മാറ്റപ്പെടുകയും ഈ സ്കന്ദൻ കൊട്രാവായി എന്നൊരു ദേവിയുടെ മകനാണ് എന്നുള്ള രീതിയിലുള്ള ഐഡിയാസ് മുമ്പോട്ട് വരികയും ചെയ്തു. അപ്പൊ നമുക്ക് ചോദിക്കാം കൊട്രാവായി ആരാണ്? അപ്പൊ കൊട്രാവായി ഇതുപോലെ തന്നെ സംഘ കാലഘട്ടത്തിൽ മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. ഒരു വാർ ഗോഡസ് പോലെയാണ്, ഒരു സ്റ്റാഗ് ആണ് ഈ കൊട്രാവായിയുടെ മൗണ്ട്. അപ്പം ഈ കൊട്രാവായി കുറച്ച് എല്ലാ ദേവതാ സങ്കല്പങ്ങളിലും കുറച്ച് റെയർ ആയിട്ടുള്ള ദേവതാ സങ്കല്പമാണ്. കാരണം കൊട്രാവായി ഒരു ഫീമെയിൽ ഗോഡസ് ആണ്. ഫീമെയിൽ ഗോഡസ് മാത്രമല്ല, ഫെർട്ടിലിറ്റിയുമായിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ട് ലിങ്ക്സ് ഉള്ള ഒരു ഗോഡസ് ആണ്. എഗെയിൻ കൊട്രാവായിയെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കൊട്രാവായി ഒരു ആന്റിലോപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റാഗിന്റെ മേളിലിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ കൊട്രാവായിയുടെ ആരാധനകൾ നടക്കുന്നുണ്ട്, മായോന്റെ ആരാധനകൾ നടക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ശ്രമണ ജെയിൻസ് ഇവിടെ എത്തുന്നുണ്ട്, ബുദ്ധിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്.
ആജീവിക എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ സെക്ട്. ആജീവിക ഇവിടെ എത്തുമ്പോഴത്തേക്ക് അസേവകം എന്ന് പറഞ്ഞ സെക്ട് ഇവിടെ എത്തുന്നുണ്ട്. ചർവാകന്മാരുടെ സെക്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ഉള്ളൊരു കൾച്ചറൽ സിനോറിയോ ആണ് നമ്മൾ ഈ സംഘം ടു പോസ്റ്റ് സംഘം ട്രാൻസിഷനിൽ കാണുന്നത്. ഇവർക്കെല്ലാം തന്നെ അക്കോമഡേറ്റീവ് നീഷസ് ഉണ്ട്. ഇവർക്ക് ഇവരെല്ലാം തമ്മിൽ സംവദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന കൊച്ചു ഗോത്ര തലവന്മാരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഈ കൊച്ചു ഗോത്ര തലവന്മാരിൽ അങ്ങനെ വളരെയധികം അധികാരങ്ങളൊന്നുമില്ല. ഇവർ അധികാരത്തിന് വേണ്ടി തമ്മിൽ പോരടിക്കുന്നുണ്ട്. സർപ്ലസ് പ്രൊഡക്ഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ സമ്പത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ കരം പിരിക്കുന്ന ഇടപാടുകൾ അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ലാത്തത് കൊണ്ടും ഇവര് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അക്കോമഡേറ്റീവ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെ രാജാവ് എന്നൊക്കെ വിളിക്കുന്ന തെറ്റാണ്. ഈ ഗോത്ര തലവന്മാര് ഏർലി ഹിസ്റ്റോറിക് അല്ലെങ്കിൽ ഏർലി ഹീറോയിക് സൊസൈറ്റിയിൽ ഈ തലവന്മാര് പല ട്രഡീഷൻസിന്, അതായത് ജൈന ട്രഡീഷനും ബുദ്ധിസ്റ്റ് ട്രഡീഷനും എല്ലാം പേട്രണൈസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ ഡൈനാസ്റ്റി കഴിയുമ്പോഴും ഓരോ രീതിയിലായിരിക്കും. അപ്പം ആദ്യം ചേരൻ സെങ്കുട്ടുവൻ ജൈന ട്രഡീഷനെ എൻഡോർസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളിയുടെ മകൻ ബുദ്ധിസത്തിനെ ആയിരിക്കും എൻഡോർസ് ചെയ്യുന്നത്. പുള്ളിയുടെ മകൻ ചിലപ്പോൾ ആസേവക സെക്റ്റിനെ ആയിരിക്കും എൻഡോർസ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ ഇൻ എ വേ നമ്മൾ ഇതിനെ റിലീജിയൻ എന്ന് വിളിക്കുന്നത് തന്നെ വളരെ പ്രശ്നം പിടിച്ച ഒരു ടെർമിനോളജി ആയിരിക്കും. One can maybe call it as a religious tradition, and it was an extremely fluid way in which people lived their life, where they could move from one tradition to the other, and then when there is an intergenerational shift, patronize yet another system of religion. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ അല്ല റിലീജിയൻ അവിടെ ഓപ്പറേറ്റ് ചെയ്തത്. നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ അല്ല കൾച്ചർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ന് വിചാരിക്കുന്നത് പോലെ അല്ല ഫാമിലി സിസ്റ്റംസോ സ്ട്രക്ചേഴ്സോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവരെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുകയും സർക്കുലേറ്ററി നെറ്റ്വർക്സിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. സോറി, സ്ലൈഡ് സ്റ്റക്ക് ആയി പോയല്ലോ. നമ്മളപ്പോൾ നമുക്ക് സംഘചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മൾട്ടിപ്ലിസിറ്റി ബട്ട് വാട്ട് വി സീ ഇസ് ഫ്ലൂയിഡിറ്റി. ഈ ഫ്ലൂയിഡിറ്റി എല്ലാം തന്നെ നമുക്ക് അതിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പോസിറ്റ് നേച്ചർ ഏറ്റവും എംബ്ലമാറ്റിക് ആയിട്ട് റിവീൽ ചെയ്യുന്ന ഒരു വർക്ക് മുപ്പൽ അല്ലെങ്കിൽ കുരൽ, നമ്മൾ തിരുക്കുറൽ എന്ന് വിളിക്കുന്ന വർക്കാണ്. അപ്പൊ നമ്മൾ തിരുക്കുറൽ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനെ ആൾക്കാര് തെറ്റായിട്ട് ഒരു മിസ്നോമർ ആയിട്ട് തമിഴ് വേദം എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഈ വേദം എന്നുള്ള വാക്കിനോട് നമുക്ക് ഒരു ഒബ്സഷൻ ഉള്ളത് കൊണ്ടാണ്. ആക്ച്വലി ഇതും അതിൽ വേദിക് കോൺസെപ്റ്റ്സ് വളരെ കുറവാണ്. ബട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില ബ്രാഹ്മണിക് ഐഡിയാസ് കുരലിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ കുരളിൽ ഇത് മാത്രമല്ല ഉള്ളത്. കുരളിൽ ബുദ്ധിസ്റ്റ് ഐഡിയാസ് ഉണ്ട്, കുരളിൽ ജൈന ഐഡിയാസ് ഉണ്ട്, കുരളിൽ ഈവൻ നമുക്ക് അസേവക ഐഡിയാസ് കാണും. അപ്പൊ നമ്മൾ തിരുക്കുറളിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തിരുക്കുറളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രയാഡാണ് അല്ലെങ്കിൽ ഒരു 3 സങ്കല്പങ്ങളാണ്. ഒന്ന് അരം എന്ന് പറഞ്ഞ എത്തിക്സ്, ഹൗ ടു ലിവ് എ റൈച്ചിയസ് ലൈഫ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ള പൊരുൾ എന്ന് പറഞ്ഞ വെൽത്ത്, ഹൗ ടു അക്വയർ വെൽത്ത്. ഇതുപോലെ തന്നെയാണ് ഇമ്പം, ഡിസയർ, ഹൗ ടു ഫുൾഫിൽ യുവർ ഡിസയേഴ്സ്. ഈ 3 ടാൻജൻസിലാണ് തിരുക്കുറൾ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ഇതിനെ ഒരു പുരുഷാർത്ഥങ്ങൾ, ധർമ്മ അർത്ഥ കാമ മോക്ഷമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മോക്ഷ ഇസ് നോട്ട് ദെയർ. നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വളരെ ലൈഫ് ബൗണ്ട് ആയിട്ടുള്ള ഐഡിയാസ് ആണ് കുരൾ നമ്മുടെ മുമ്പോട്ട് വെക്കുന്നത്. എത്തിക്സിനെ ബേസ് ചെയ്ത്, വെൽത്തിനെ ബേസ് ചെയ്ത്, ഡിസയറിനെ ബേസ് ചെയ്തിട്ട് ഒരു ഈത്തോസ് ആണ് നമുക്ക് തിരുക്കുറളിൽ കാണാൻ പറ്റുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം വാട്ട് വി നീഡ് ടു റിമെമ്പർ ഇസ് ദാറ്റ് കുരൾ ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള വർക്കാണ്. കുരളിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ അല്ല, ഒരു റിലീജിയസ് ട്രഡീഷന്റെ ഐഡിയ അല്ല, പല 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 റിലീജിയസ് ട്രഡീഷൻസിന്റെ
ഐഡിയാസുകൾ. ആസ് എ ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻ മേ ബി കുരലിൽ പറയുന്ന പല കാര്യങ്ങളിലോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താണ് അതിന് ചാസ്റ്റിറ്റിയെ കുറിച്ച്, ഫിഡിലിറ്റിയെ കുറിച്ച് ഒക്കെയുള്ള വാദങ്ങളുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ കുരൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു തിരുക്കുറൾ എമേർജ് ചെയ്യുന്ന ഒരു ചരിത്ര മുഹൂർത്തം ഫാമിലി കൺസോളിഡേറ്റഡ് ആകുന്ന ഒരു ചരിത്ര മുഹൂർത്തം കൂടെയാണ്. അപ്പം കൃത്യമായിട്ട് ചില കൈൻഡ് ഓഫ് അധികാരങ്ങൾ ഫാമിലി വഴി കൈമാറുന്നതും ചില കൈൻഡ് ഓഫ് സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതും ഈ കുരളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അതായത് നമ്മളൊരു 7th സെഞ്ച്വറി കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, സോറി എൻ്റെ സ്ക്രീൻ ഷെയറിങ്, നമ്മളൊരു 7th സെഞ്ച്വറി കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ നിലനിന്നിരുന്ന ഒരു തിണൈ സങ്കല്പങ്ങൾ ബ്രേക്കായി, അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ എക്കോ സിസ്റ്റംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മൈക്രോ എക്കോ സോൺസിന്റെ മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് നെറ്റ്വർക്ക്സ് കോഎക്സിസ്റ്റിംഗ് ടുഗെദർ അണ്ടർ എ ലാർജ് കൾച്ചറൽ നെറ്റ്വർക്ക്, ഇത് ബ്രേക്ക് ആയിട്ട് പുതിയൊരു ഫോർമേഷനിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത് നമുക്കൊരു 7ാം നൂറ്റാണ്ട് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് കെ.എൻ. ഗണേഷ് മുമ്പോട്ട് വെക്കുന്ന 3 വാദങ്ങളുണ്ട്. ഒന്ന്, ഈ മരുതൽ എന്ന് പറയുന്ന തിണയിൽ, അതായത് നീർജല കൃഷി നിലനിന്നിരുന്ന മരുതം എന്ന് പറഞ്ഞ കൃഷിയിൽ സർപ്ലസ് ഉണ്ടാകുകയും അവിടെ വെൽത്ത് പ്രൊഡ്യൂസ്ഡ് ആകുകയും, അപ്പൊ വെൽത്ത് എപ്പോഴും പ്രൊഡ്യൂസ്ഡ് ആകുമ്പോൾ എപ്പോഴും ഒരു അധികാരവർഗം ഈ വെൽത്തിനെ കേന്ദ്രീകരിച്ച് അവരുടെ അധികാരം കോൺസോളിഡേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ ഈ വെൽത്ത് മരുതത്തിൽ സർപ്ലസ് പ്രൊഡക്ഷൻ കാരണം വെൽത്ത് ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ തന്നെ ഈ വെൽത്തിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയും അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ കൂടുകയും തമ്മിലുള്ള പോരുകൾ കൂടുകയും ചെയ്തു. അറ്റ് ദ സെയിം ടൈം നമ്മൾ കാണുന്ന എന്താന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ക്രൈസിസ് നടക്കുകയാണ്. ഈ കൾച്ചറൽ ക്രൈസിസ് 2 കാര്യങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ഒന്ന്, അഗ്രേറിയൻ ട്രാക്സിലോട്ട്, അതായത് കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ട്രാക്സിലോട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ഒരു മൈഗ്രേഷൻ ഒരു ചെറിയ ക്രൈസിസ് ഉണ്ടാക്കുന്നുണ്ട്. 2, സർപ്ലസ് പ്രൊഡക്ഷൻ തന്നെ ഒരു ക്രൈസിസ് ഉണ്ടാക്കുന്നുണ്ട്. 3, നമ്മുടെ പോർട്ടുകൾ കേന്ദ്രീകരിച്ച് മാരിടൈം ട്രേഡ് വരികയും ആ ട്രേഡും ഇങ്ങോട്ട് സർപ്ലസ് കൂടുതൽ വെൽത്ത് ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യണം. അപ്പം വെൽത്ത് ഉണ്ടായി വരുമ്പോൾ തന്നെ ആ വെൽത്തിനെ ചുറ്റിപ്പറ്റി അധികാര കേന്ദ്രീകരണം, ഒരു കൺസോളിഡേഷൻ ഓഫ് പവർ നടത്തുകയും പിന്നീട് ആ കൺസോളിഡേഷൻ ഓഫ് പവർ കരം എന്നുള്ള രീതിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് ഈ ഒരു പോസ്റ്റ് 7th സെഞ്ച്വറി തമിഴകത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഈ ക്രൈസിസിനോടൊപ്പം നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു സമയത്താണ് നമുക്ക് ഭക്തിയുടെ അലയടികൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം പല രീതിയിലുള്ള ബ്രാഹ്മണിക്കായിട്ടുള്ള വേർഷിപ്പ് ഫോംസ് വരികയാണ്. ഈ ബ്രാഹ്മണിക്കായിട്ടുള്ള വേർഷിപ്പ് ഫോംസിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇവർ മൊണാർക്കിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ദേവതാ സങ്കല്പങ്ങളിൽ നിന്ന് മാറി പുതിയ ദേവതാ സങ്കല്പങ്ങൾ വരികയാണ്. ഈ സമയത്താണ് നമുക്ക് ശൈവൈറ്റ് ആയിട്ടും വൈഷ്ണവൈറ്റ് ആയിട്ടും ചില സ്ഥലങ്ങളിൽ ശക്തിയുടെയും കൾട്ടുകൾ വരികയാണ്. ഈ കൾട്ടുകൾ വരുന്നതിനോടൊപ്പം തന്നെ സ്ട്രക്ചറൽ ടെമ്പിൾസ് വരികയാണ്. അപ്പൊ ഈ ടെമ്പിൾസ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പുതിയ ഫോർമേഷനിലേക്ക് നമ്മൾ അപ്പൊ അങ്ങനെ ഈ മാറ്റത്തിന്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് നമ്മുടെ ഗോത്ര വിഭാഗങ്ങൾ, എൻഡോഗാമസ് അല്ലാതിരുന്ന നമ്മുടെ ഗോത്ര വിഭാഗങ്ങൾ എൻഡോഗാമിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യുകയും ഈ ടെമ്പിൾ ബൗണ്ട് ആയിട്ടൊരു എക്കണോമിയിൽ സർവീസ് കാസ്റ്റുകളായി മാറ്റപ്പെടുകയും ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഭക്തിയുടെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ രാജാവ് പരമഭക്തനായിട്ട്, അതിപ്പോ നമുക്ക് ചോള എംപയറിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം, ഏറ്റവും വലിയ ഡിവോട്ടി ആയിരിക്കും രാജാവ്. അപ്പം രാജാവിന് എതിരെ ഉള്ള എല്ലാ മൂവ്മെന്റ്സും
ദൈവത്തിനെതിരെയുള്ള മൂവ്മെന്റ്സ് എന്നുള്ള രീതിയിൽ വരും. അപ്പൊ രാജാവിനെ രാജാവാക്കുന്നത് ഇന്ന പർട്ടിക്കുലർ ബ്രാഹ്മണിക് ഡീറ്റി ആണ് എന്നുള്ള ഒരു മിത്ത് മേക്കിംഗ് പ്രോസസ്സ് നമുക്ക് പല 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 സ്ഥലങ്ങളിലായിട്ടും പല പല ചെപ്പേടുകളിലായിട്ടും നമുക്കിത് കാണാൻ പറ്റും. So what is happening in the early medieval, when you're moving towards the early medieval period, is that you have Bhakti as a tradition emerging as a very strong force, and that is being also bolstered by a very Brahmanic hegemonic order. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം സോഴ്സസിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിന് എവിഡൻസ് ഉണ്ട്. സോ നേരത്തെ നിലനിന്നിരുന്ന ഗോത്ര രൂപങ്ങൾ, നേരത്തെ നിലനിന്നിരുന്ന മൾട്ടിപ്ലിസിറ്റി ഉള്ള ലിവിങ് സിസ്റ്റംസ് ബ്രേക്ക് ആയിട്ട് ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. അത് ടെമ്പിൾ കേന്ദ്രീകൃതമായിട്ടുള്ള രാജ അധികാര വാഴ്ച കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു സിസ്റ്റത്തിലേക്കുള്ള ട്രാൻസിഷനിലാണ് കാസ്റ്റ് ഗ്രൂപ്പ്സ് സൗത്ത് ഇന്ത്യയിൽ എമേർജ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് കാസ്റ്റ് എന്നുള്ള ഒരു ടേം ഇംഗ്ലീഷിൽ പറയുമ്പോഴും വർണ്ണവും ജാതിയെയും രണ്ടിനെയും കാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ സോഴ്സസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. വർണ്ണം എന്ന് പറയുന്നത് ചതുർവർണ്ണം, ക്ഷത്രിയ, ബ്രാഹ്മണ, ശൂദ്ര, വൈശ്യ എന്ന് പറഞ്ഞാൽ ചതുർവർണ്ണം, നമ്മൾ പുരുഷ സൂക്തത്തിലൊക്കെ കാണുന്ന ചതുർവർണ്ണം. പക്ഷെ ഇതല്ലാതെ പ്രൊഫഷൻ ബേസ്ഡ് ആയിട്ടുള്ള ജാതികളുമുണ്ട്. അപ്പം ഓരോ പർട്ടിക്കുലർ ഇപ്പൊ പെസന്റ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ടെമ്പിൾ ഓറിയന്റഡ് സർവീസ് കാസ്റ്റ്, ഇങ്ങനെ പല 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 ജാതികളുണ്ട്. ഇതിൽ ഏറ്റവും ഇഗ്നോർഡ് ആയിട്ടുള്ള ഒരു വാദം അംബേദ്കറിന്റെ വാദമാണ്. ബട്ട് ഇറ്റ് ഇസ് എ വെരി വെരി റെലവെന്റ് argument as well, where Ambedkar argues that ഗോത്ര എക്സോഗമി ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതായത് ഗോത്രങ്ങൾ തമ്മിൽ തന്നെയല്ല കല്യാണം കഴിക്കുന്നത്, വെളിയിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. കാരണം ഗോത്രത്തിലെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ക്ലാൻസും ബ്രദർ ക്ലാൻസും ആണ്. അപ്പൊ തമ്മിൽ കല്യാണം കഴിക്കില്ല, വെളിയിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ വെളിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിലൂടെയാണ് ഈ ഗോത്രം വലുതാകുന്നതും ഇന്ന ഗോത്രം മറ്റ് ഗോത്രം തമ്മിലാണ് കല്യാണം കഴിക്കേണ്ടതെന്നുള്ള രീതിയിലുള്ള സർക്കുലേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഈ പാട്രിലീനിയലും ആയിട്ടുള്ള ഗോത്രങ്ങളുണ്ട്. അപ്പൊ വിമണിനെയും മെന്നിനെയും സർക്കുലേറ്റ് ചെയ്യുന്ന വഴിയാണ് ഇവര് അലൈസ് ഉണ്ടാക്കുന്നതും ഇവര് പ്രോഡക്ട്സ് തമ്മിൽ കൈമാറുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പൊ എക്സോഗമിയാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ഗോത്രങ്ങൾ തമ്മിൽ. പക്ഷെ it is with the coming of a Brahmanic order that ഈ ഗോത്ര എക്സോഗമി എൻഡോഗമിയിലേക്ക് കൺവേർട്ടഡ് ആകുന്നത് ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ്. കാരണം എന്താണ്? With the coming up of Brahmin settlements, with the coming up of a temple centric system, what do you have? നമുക്ക് അഗ്രികൾച്ചർ നടക്കണം, അമ്പലത്തിന്റെ കാര്യങ്ങൾ നടക്കണം. അപ്പം ഇത് രണ്ടും നടക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രൊഫഷൻ മാത്രം ഫോളോ ചെയ്യുന്ന, അതിൽ തന്നെ നിൽക്കുന്ന ഗ്രൂപ്പ്സിനെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് when you have ഗോത്ര എക്സോഗമിയുടെ പുറത്ത് വർണ്ണ കൊണ്ടുവന്ന് ജെക്സ്റ്റപോസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇപ്പം സൗത്ത് ഇന്ത്യയുടെ ഒരു ഏർലി മിഡീവൽ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി സീ ദാറ്റ് ട്രാൻസിഷൻ. അതായത് അതായത് ഗോത്രവർഗത്തിൽ നിന്ന് സർവീസ് കാസ്റ്റുകളിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് ഈ ഒരു 7ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഏർലി മിഡീവൽ, അതായത് ഒരു 11th 12th സെഞ്ചുറിയിലേക്കുള്ള ട്രാൻസിഷനിൽ ഒരു മാർക്ക്ഡ് ആകുകയാണ്. സോ ഓൺ ദ വൺ ഹാൻഡ് യു ഹാവ് tremendous transformation which is happening under a largely Brahmanic system, where you have structural temples emerging, where you have service bound castes emerging on the one hand, and on the other hand you have monarchy becoming rather important. രാജാധികാര വാഴ്ച ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്കൊരു മേജർ ട്രാൻസിഷൻ ടുവേർഡ്സ് ദി ഏർലി മിഡീവൽ പീരീഡ് സംഭവിക്കുന്നത്. സോ എക്സ്ട്രീംലി പ്ലൂറൽ ആയിട്ടുള്ള, എക്സ്ട്രീംലി ഡൈവേഴ്സ് ആയിട്ടുള്ള, എക്സ്ട്രീംലി പോളിസെമിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഏറെക്കുറെ മൊണോളിത്തിക് ആയിട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരു അധികാര കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്കുള്ളൊരു ട്രാൻസിഷനാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മൾ ഏർലി മിഡീവലിലേക്കുള്ള ട്രാൻസിഷനിലേക്ക് കാണുന്നത്. സോ വെൻ യു ലുക്ക് അറ്റ് ദ ലോങ് ഹിസ്റ്ററി ഓഫ് കേരള,
And it's an extremely important history that we need to talk about. കാരണം ഈ ഹിസ്റ്ററിയിൽ നമുക്ക് പല കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻസ് കാണാൻ പറ്റും. ഈ ഹിസ്റ്ററിയിൽ നമുക്ക് മെനി കൈൻഡ് ഓഫ് കോംപ്ലക്സ് ഇന്റർപ്ലേ കാണാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ തിണൈകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ തിണൈകളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ചെപ്പേടുകളെ കുറിച്ച് പറയുന്നത്. അപ്പം അതിൽ ഒരു ചെപ്പേടിനെ മാത്രം, നമുക്കിപ്പം സമയം അധികം ഇല്ലാത്തത് കൊണ്ട്. ഹലോ, can you hear me? Yes, we can. ഒരു ചെപ്പേടിനെ മാത്രം പറയാന്ന് വിചാരിക്കുന്നു. ഞാൻ 2-3 ചെപ്പേടുകൾ ചെപ്പേടുണ്ട്. 6 പ്ലേറ്റുകളായിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ 6 പ്ലേറ്റ് ഇപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് അതിനൊരു ഫെസിമയിലാണ്. അപ്പൊ ഈ 6 പ്ലേറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞാൽ തെരസപ്പള്ളി എന്ന് പറയുന്ന ഒരു ദേവാലയത്തിന്, അല്ലെങ്കിൽ ഒരു ദേവാലയം എന്നുള്ളത് പ്രോബബ്ലി ലോഡഡ്, അങ്ങനെ ഒരു ഷ്രൈനിന് ലാൻഡ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ലാൻഡ് കൊടുക്കുമ്പോൾ ഈ ലാൻഡ് ഗ്രാൻഡിന് വിറ്റ്നസ് ആയിട്ട്, അതായത് ഇങ്ങനെ ലാൻഡ് കൊടുക്കുന്നു എന്നുള്ളത് വിറ്റ്നസ് ആയിട്ട് പല പല കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് പരാമർശങ്ങളുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് 6th പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞാൽ ഇതൊരു അറബിക് കുഫിക് പ്രിന്റ് ആണ് ഈ ആദ്യം കാണുന്നത്. പിന്നീട് ഇതിന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താന്ന് പറഞ്ഞാൽ ഒരു ജുഡിയോ പേർഷ്യൻ സ്ക്രിപ്റ്റ് ആണ്. ഈ ഏറ്റവും അവസാനം നിങ്ങൾ കാണുന്നത് ഒരു സ്ക്വയർ ഹീബ്രു സ്ക്രിപ്റ്റ് ആണ്. സോ ദിസ് ഇറ്റ്സെൽഫ് ഷോസ് ദാറ്റ് ഇങ്ങനെ ഉള്ള, അതായത് അറബിക് പാരമ്പര്യമുള്ള, ഹീബ്രു പാരമ്പര്യമുള്ള, ക്രിസ്ത്യൻ പാരമ്പര്യമുള്ള ആൾക്കാർ 8th സെഞ്ചുറിയോടെ 9th സെഞ്ചുറിയോടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, they were so significant that when the Venad ruler is granting a particular tract of land to a group of people, they are called upon as witnesses. So definitely these people had a very, very prominent role to play. And these were merchant communities. നമുക്ക് 9th സെഞ്ചുറിയിലാണ് ഈ തെരസ കോപ്പർ പ്ലേറ്റ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ജൂവിഷ് കോപ്പർ പ്ലേറ്റ് 10th സെഞ്ചുറിയിലുണ്ട്. ഈ ജൂവിഷ് കോപ്പർ പ്ലേറ്റ് കൊടുക്കുന്നത് മാറിഷോ സാഫർ എന്ന് പറഞ്ഞ, ജോസഫ് റബ്ബാൻ എന്ന് പറഞ്ഞ ഒരു ജൂവിഷ് ആയിട്ടൊരാൾക്ക് ഇൻ പെർപെച്വേറ്റി, അതായത് സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ചില പ്രിവിലേജസ് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ആ 10ാം നൂറ്റാണ്ടോടുകൂടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ടെന്ന് നമുക്ക് എവിഡൻസ് ഉണ്ട്. സോ നമ്മൾ 8ാം നൂറ്റാണ്ടിലെയോ 9ാം നൂറ്റാണ്ടിലെയോ 10ാം നൂറ്റാണ്ടിലെയോ ചെപ്പേടുകൾ എടുത്തു നോക്കുകയാണെങ്കിലും, നമ്മൾ തിണയുടെ കാലഘട്ടത്തിലെ കോളഫോൺസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള എന്താണ് കൾച്ചറൽ കോംപ്ലക്സിറ്റി നമുക്കുണ്ട്. പക്ഷെ ഈ കൾച്ചറൽ കോംപ്ലക്സിറ്റി ഒരിക്കലും കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നില്ല. പല പല ആചാരങ്ങൾ വിശ്വസിക്കുന്ന പല പല റിലീജിയസ് ട്രഡീഷൻസിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കേരള ചരിത്രത്തിൽ കാണാൻ പറ്റും. ആൻഡ് ദേ വർ വെരി മച്ച് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി കൾച്ചറൽ നെറ്റ്വർക്ക്സ് ദാറ്റ് വി ഫൈൻഡ് ഇൻ കേരള. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടോളറൻസിന്റെ ഒരു പാസ്റ്റ് അല്ല നമുക്കുള്ളത്, നമുക്ക് അക്കോമഡേഷന്റെ ഒരു പാസ്റ്റ് ആണുള്ളത്. ഈ പല കമ്മ്യൂണിറ്റീസ് ഒരുമിച്ചാണ് ഒരു സോഷ്യൽ കൾച്ചറൽ formation ഉണ്ടാക്കുന്നത്. And each of these communities had a very significant role to play. For instance, നമ്മുടെ പോർട്ട് സിറ്റീസിന്റെ അർബൻ ഡെവലപ്മെന്റ്, അപ്പൊ നമുക്ക് ഒരുപാട് പോർട്സിനെ കുറിച്ച് മെൻഷൻ ഉണ്ട്. മുസിറിനസിനെ കുറിച്ച് മെൻഷൻ ഉണ്ട്, നെലിസിന്റെ കുറിച്ച് മെൻഷൻ ഉണ്ട്, ടിൻഡിസിനെ കുറിച്ച് മെൻഷൻ ഉണ്ട്, കാരൂറിന്, വഞ്ചി, ഇങ്ങനെ ഒരുപാട് മെൻഷൻസ്. ഇവിടെ എല്ലാം തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ട് നിലനിന്നിരുന്ന മണിഗ്രാമവും അഞ്ചുവണ്ണവും ഉണ്ടായിരുന്നു. അഞ്ചുവണ്ണം എന്ന് പറഞ്ഞാൽ 5 കൈൻഡ് ഓഫ് കൊമോഡിറ്റീസ് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ് അഞ്ചുവണ്ണം. ഇതുപോലെ മണിഗ്രാമം പ്രഷ്യസ് സ്റ്റോൺസിൽ അല്ലെങ്കിൽ മെറ്റൽസിൽ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന മണിഗ്രാമം എന്ന് പറഞ്ഞ മെർച്ചന്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്.
ഇവരെ എല്ലാം തന്നെ രാജാക്കന്മാര് ഒരു സ്പെഷ്യൽ പൊസിഷനും പ്രിവിലേജസും എല്ലാം കൊടുത്തിരുത്തിയിരുന്നത് ഇവർക്ക് ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് എക്കണോമിയിൽ ഒരു വളരെ ഇമ്പോർട്ടൻസ് റോൾ പ്ലേ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടാണ്. സോ ഇവരുടെ എല്ലാം തന്നെ മാർക്ക്ഡ് പ്രസൻസും ഇവരുടെ എല്ലാം തന്നെ കോൺട്രിബ്യൂഷൻസും എല്ലാം ചേർന്നാണ് നമ്മളൊരു സംഘം കാലഘട്ടത്തില് തമിഴകം അല്ലെങ്കിൽ കേരളം ഉടലെടുത്ത് വന്നതെന്ന് തന്നെ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ഓൺലി മച്ച് ലേറ്റർ when you move to the 13th 14th century that ഈ ഒരു സിസ്റ്റം ബ്രേക്ക് ചെയ്ത് ഒരു കാസ്റ്റ് ബൗണ്ട് ആയിട്ട് ഒരു ടെമ്പിൾ ബൗണ്ട് ആയിട്ട് ഒരു പുതിയൊരു കൈൻഡ് ഓഫ് സോഷ്യോ എക്കണോമിക് ഫോർമേഷൻ നമുക്ക് ഉണ്ടായി വരുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കൂടെ പറയേണ്ടത് there is a tyranny of the sources at work here. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള സോഴ്സസ് മിക്കതും തന്നെ ടെമ്പിൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സോഴ്സസ് ആണ്. അപ്പൊ ഈ സോഴ്സസ് നമുക്ക് നോക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രം ടെമ്പിൾ ബൗണ്ട് ആണെന്ന് റീഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി പല ചരിത്രകാരന്മാർക്കും ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ വേറെ സോഴ്സസ് നോക്കുകയാണെങ്കിൽ, അതായത് സഞ്ചാരികളുടെ സോഴ്സസ്, ഹ്യൂൻസാങ്ങിന്റെ സോഴ്സോ ഇബൻ ബത്തൂത്തയുടെ സോഴ്സോ അല്ലെങ്കിൽ ജനീസ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ആഫ്രിക്കയിൽ നിന്നുള്ള സോഴ്സസോ നോക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഒരു ടെമ്പിൾ ബൗണ്ട് എക്കണോമി മാത്രമല്ല, വേറെ കൈൻഡ്സ് ഓഫ് അങ്ങാടികളുടെ നെറ്റ്വർക്ക്സും വേറെ കൈൻഡ് ഓഫ് പുരയിടം പറമ്പ് എക്കണോമിയും നിലനിന്നിരുന്നെന്ന് നമുക്ക് വാദിക്കാൻ പറ്റും. അതിലൊരു റിമാർക്കബിൾ വർക്ക് പയസ് മാലേക്കണ്ടത്തിന്റെ മാരിടൈം കൊച്ചിനെ കുറിച്ച് മിഡീവൽ കാലഘട്ടത്തിനെ കുറിച്ചുണ്ട്. ഐ എൻകറേജ് യു ടു ഓൾസോ ലുക്ക് അറ്റ് ദാറ്റ്. സോ വാട്ട് ദ ലാർജർ പോയിന്റ് ദാറ്റ് ഐ ആം ട്രൈങ് ടു മേക്ക് ഹിയർ ഇസ് ദാറ്റ് നമ്മൾ കേരളത്തിന്റെ ഒരു ഏർലി പാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ പാസ്റ്റ് ഓഫ് പോളിസെമി. It's a past of religious fluidity. It is a past not of religious tolerance, rather it is a past of accommodation. It's a past where you had multiple kinds of micro living systems which was part of a larger cultural complex. അതാണല്ലോ നമ്മളെ തിണകൾ പഠിപ്പിക്കുന്നത്. അതാണല്ലോ നമ്മുടെ മൾട്ടിപ്പിൾ റിലീജിയസ് സിംബയോട്ടിക് പാസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. So let's wind up here. നമ്മുടെ സമയം കുറച്ചധികമായെന്ന് തോന്നുന്നു. So maybe I can take up some questions now. താങ്ക് യു മാളവിക. വളരെ എന്താ പറയാ, കേരളത്തിന്റെ ഒരു 1200ഓളം വർഷത്തെ ചരിത്രം ഒരു മണിക്കൂറിൽ വളരെ ഭംഗിയായി, ഹൗ ഫ്ലൂയിഡ് ഇറ്റ് വാസ്, ഹൗ പ്ലൂറിസ്റ്റിക് അവർ സൊസൈറ്റി വാസ്. ഇന്ന് അത് തന്നെ ഈ ലോകത്തോട് നമ്മൾ ഇന്ന് പറയേണ്ടത്. ഈ ഒരു സെഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇന്നത്തെ സമൂഹത്തിനോട് നമ്മളൊന്ന് ചരിത്രത്തിലോട്ടൊന്ന് എത്തി നോക്കുക. നമ്മുടെ പാസ്റ്റ് വാസ് വെരി ഫ്ലൂയിഡ് ആൻഡ് വെരി പ്ലൂറലിസ്റ്റിക്. ബഹുസ്വരതയുടെ സമൂഹം നമ്മൾ ഇനിയും ഇവിടെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ എന്താ പറയാ, വളരെ മീനിങ് ഫുൾ ആയ ഒരു സെഷൻ ആയിരുന്നു. വളരെ നന്ദി ഈ ഒരു പ്രഭാഷണത്തിന്.